കുരിശ് വരച്ച് തുടങ്ങാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളെ അന്വേഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർണിവാനായ സ്വർഗീയ പിതാവെ, ഈ സമയത്ത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഉത്സവനാഥ പരിശുദ്ധാത്മാവിന്റെ ത്രിത്വക ദൈവമേ, നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് അങ്ങേക്കുമ്പോൾ നന്ദി പറയുന്നു. പിതാവെ, കൂട്ടായ്മയോട് ചേർന്നവരുവാൻ അവിടുന്ന് എല്ലാ നിമിഷങ്ങളെ ഓർത്ത് സമയത്തെ ദിവസത്തെ ഈ സമയം ഓർത്ത് നമുക്ക് നന്ദി പറയുന്നു. സ്വയം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇവിടെ പങ്കുവയ്ക്കുന്ന അവിടുത്തെ സന്ദേശത്തെ സമർപ്പിക്കുന്നു. സ്ഥലങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് നെറ്റ്വർക്കുകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കോട്ട സംരക്ഷിക്കണമേ. തിരുവനന്തപുരത്താൾ കഴിയണമേ. സാത്താന്റെ വിളാൻ പോലും ഒന്നും അനുവദിക്കട്ടെ. മത്സ്യാഭിഷേകത്തിന്റെ വേദനകൾക്ക് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ഈശോയെ അത്ഭുതമായ സൗഖ്യം ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ കടന്നു പറയണമേ. അവിടുത്തെ നാമത്തിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യം സാധിച്ചു എന്നറിയിച്ചത് ഈശോയെ. ഇന്നിവിടെ തിരുവനന്തപുരം ഭാഗം ശ്രമിക്കുമ്പോൾ തന്നെ ഓരോ മക്കളുടെ മനസ്സിലെ പ്രത്യേകമായ നിയോഗങ്ങൾ ഉണ്ടായിരിക്കുന്ന കർത്താവ്, അവരുടെ വേദനകൾ, തകർച്ച, ദുഃഖങ്ങളെല്ലാം എനിക്ക് സമർപ്പിക്കുന്നു. ദൈവമേ കർത്താവ് ഈശോയെ, അവിടെ ഞങ്ങളുണ്ട് ഒരു സാന്നിധ്യം അനുഭവിക്കേണ്ടതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ദൈവമേ, ഞങ്ങളെ നിറയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഭാഗനാനും സമ്മാനമായ ആത്മാവെ ഞങ്ങളെ നിറയണമേ. പരിശുദ്ധാത്മാവെ സഹായക, ഉപദേശ, അഭിഭാഷക, അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ എല്ലാവരും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. ഞങ്ങളുടെ മനസ്സുകളെ ഒന്നും വസിക്കണമേ. കേൾക്കുന്ന ഓരോ വാക്കുകളും വചനങ്ങളും കർത്താവെ അവിടുന്ന് അത് നിലനിലത്ത് വ്യക്തികളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവെ നിറയണമേ. ഞങ്ങൾ നിറയണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിറയണമേ. Hallelujah, 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 hallelujah. Thank you, Jesus. Thank you, Holy Spirit. Thank you, thank you, thank you. പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി നല്ല മാലാഖമാരെ സ്ഥലങ്ങളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതായത് ഇന്ന് നമ്മൾ പേഴ്സണൽ പ്രയറിനെ പറ്റി, വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതും പിന്നെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിലാണ് ഞാൻ അത്രയും വിശദീകരിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടായ്മയിലാണ് ആദ്യം ആ ഒരു ടോക്കാണ്. അത് നിങ്ങളിങ്ങനെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് തന്നെ ആ ടോക്കാണ് മറ്റു പലർക്കും അത് ഉപകാരമായിട്ട് മാറിയതും. അതിന് ദൈവത്തിന് ഞാൻ നിങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു, കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി പറയണമെന്ന് എനിക്ക് കുറെ നാളായി ഞാനിങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നിങ്ങനെ എനിക്ക് തമ്പുരാനൊരു തോന്നിച്ചു കൊടുത്തിട്ട് ഞാനത് പറയണമെന്ന് ഓർക്കുമ്പം ജിൻസിയോട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ജിൻസി ഇങ്ങനെ നിങ്ങളുടെ കൂട്ടായ്മ ഒരിക്കൽ കൂടി വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി പറപ്പം ജിൻസി പറഞ്ഞു, ചേച്ചി ഞാനും 2-3 പ്രാവശ്യം ഇങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു, ചേച്ചിയോടൊന്ന് പറയണം വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി തന്നെ നമുക്ക് പറയാമെന്ന് ഞാൻ കരുതി. അപ്പൊ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. കർത്താവ് പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് സഹോദരങ്ങളെ നമ്മളെ സഹായിക്കുന്നത്.
അല്ല എനിക്ക് പറയാൻ ഇത്രയൊക്കെയുള്ള അറിവേ ഉള്ളൂ, കഴിവുള്ളൂ. പക്ഷെ കർത്താവ് കനിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിച്ച് അതനുസരിച്ച് നിങ്ങൾക്കതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഏറ്റവും എളിമയോടെ സ്നേഹത്തോടെ സന്ദേശം കൊടുക്കുക. കർത്താവെ തന്നെ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തിപരം എന്ന് പറഞ്ഞാൽ കർത്താവും ഞാനും മാത്രം, ഞാനും എന്റെ തമ്പുരാനും മാത്രമുള്ള ഒരു പ്രാർത്ഥനയിലാണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മ പ്രാർത്ഥനയുണ്ട്, പിന്നെ നമ്മുടെ സമൂഹ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലെ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന. പക്ഷെ നമുക്ക് ആ പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാ പ്രാർത്ഥനകൾക്കും അതിൻ്റെതായ വിലയുണ്ട്. കർത്താവ് അനുഗ്രഹം ചൊരിയുകയും ചെന്നാല് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മുടെ ഭർത്താവില്ല, മക്കളില് ആരും, നമ്മൾ ഭാര്യയില് നമ്മുടെ കർത്താവ് മാത്രം തനിച്ച് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്, തനിച്ചിരിക്കുന്ന ഒരു സമയമാണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിപരമായ പ്രാർത്ഥന കർത്താവ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മളിൽ നിന്ന്, അതായത് നമ്മളെപ്പോഴും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണല്ലോ നമ്മളെ കൊന്തയാണെങ്കിലും ശരി, കൊന്തയും കർണക്കൊന്തയും എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സൗരങ്ങളെ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന നല്ല മനോഹരമായ പ്രാർത്ഥന, നമ്മുടെ പിന്നെ ജപമാലയും കർണക്കൊന്തയും ഒക്കെ എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും ഈശോയുടെ അടുത്ത് പിതാവായ ദൈവം, പുത്രനായ ഈശോ, സ്ത്രീത്വക ദൈവം. അപ്പൊ ഈ പിതാവായ ദൈവം നമ്മൾ കർത്താവിന്റെ അടുത്തൊന്ന് പോയി ഇരിക്കണം എന്നത് കർത്താവ് ഒത്തിരി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തില് ഞാനും എൻ്റെ കർത്താവും മാത്രമായിരിക്കുന്ന ഒരു സമയം തമ്പുരാൻ എപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാതെ വളരെ ഒരു അത്യാവശ്യം. അതായത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു മോഡൽ നമ്മുടെ കർത്താവ്, നമ്മുടെ ഈശോ തന്നെയാണ്. ഈശോ എപ്പോഴും എങ്ങനെയാണ്? ഈശോ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഓടിപ്പോവാനല്ല പിതാവിന്റെ അടുത്തേക്ക്. എല്ലാ ജോലി ഒത്തിരി അത്ഭുതങ്ങളും അടയാളം ദിവസമൊക്കെ വിശ്വാസികളെ പുറത്താക്കുന്ന ഒക്കെ നടത്തുമ്പോഴും ഈശോ തൻ്റെ പിതാവിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഈശോ നമ്മൾ കാണാറ്. ലൂക്ക 6:12 ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. അതുപോലെ മർക്കോസ് 1:35 നമ്മൾ വായിക്കുന്നുണ്ട്. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈശോയുടെ ആ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പിതാവിന്റെ അടുത്തേക്ക് അത്ഭുതങ്ങൾ വളരെയധികം, ജനക്കൂട്ടമെല്ലാം തിങ്ങിക്കൂടുമ്പോഴും ഈശോ അതെല്ലാം വിട്ടിട്ട് ഓടിപ്പോവുകയാണ് പിതാവിന്റെ അടുത്തേക്ക്. തന്റെ പിതാവിന്റെ ആ അടുത്ത് ആ സാന്നിധ്യം അനുഭവിക്കുന്ന കർത്താവ്, ആ ഈശോ അവിടെ നിന്ന് വീണ്ടും ശക്തി സംഭരിച്ചുകൊണ്ടാണ് വീണ്ടും ജനക്കൂട്ടത്തിലേക്ക് വരുന്നത്. അവിടെ പിതാവിനോട് താൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നു, പിതാവിൽ നിന്ന് ഇങ്ങോട്ട് ശക്തി കിട്ടുന്നു. ഇങ്ങനെയുള്ള എല്ലാം ഈശോ അവിടെ തൻ്റെ പിതാവിന്റെ അടുത്ത് പോയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈശോ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മോട് കർത്താവ് പറയുന്നുണ്ട്. മത്തായി 26:40 പറയുന്നുണ്ട്, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. വളരെ ഭംഗിയായിട്ട് കർത്താവ് അവിടെ പറയുന്നുണ്ട്. മത്തായി 26:41 നമ്മളത് വായിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് 1 മണിക്കൂർ, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂർ സമയം നമുക്കുണ്ട്. അതിൽ 1 മണിക്കൂർ സമയമാണ് കർത്താവ് ചോദിക്കും. 1 മണിക്കൂർ നിനക്ക് എന്നോടുകൂടി ഒന്ന് ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്നാ. അപ്പൊ അവിടെ ആ ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് ഒരു ത്യജിക്കലിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഭാവമുള്ള ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കും, വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒന്ന്. നമ്മുടെ ഇഷ്ടമുള്ള ഒരു സമയത്ത്, നമുക്ക് പകൽ സമയത്തോ ഭർത്താവില്ല, കുഞ്ഞുങ്ങളൊക്കെ പോയി, ഭർത്താവ് ചോദിക്കും അപ്പൊ പകൽ സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ഇരിക്കേണ്ട പ്രാർത്ഥന അല്ല സാപ്പ. അതിൻ്റെതായ ഒരു കൃപ നമ്മൾക്ക് കിട്ടത്തില്ല. നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളൊരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കണം. നിശബ്ദമായ ഒരു സമാധാനം. അതിരാവിലെയാണ് കർത്താവ് ഏറ്റവും. അങ്ങനെ അതിരാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എല്ലാവരും കടന്നു കഴിഞ്ഞ്, അങ്ങനെ അറിയാവുന്ന സഹോദരിമാരുണ്ട്, അവരങ്ങനെ മുടങ്ങാതെ ചെയ്യുന്ന എല്ലാവരും കടന്നതിന് ശേഷം രാത്രിയിൽ വളരെ നിശബ്ദമായിരുന്നുള്ള ആ സമയത്തിരുന്ന് ഈ വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്യുന്നവരുമുണ്ട്.
ദേവി നമ്മളത് ഈ പകൽ സമയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് നമുക്ക് തന്നെ അറിയാമല്ലോ. ഒന്നുകിൽ ആരെങ്കിലും ഒക്കെ വന്നിരിക്കും, ഇല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഒന്നും അല്ലാതെ ഈ സമയമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒന്നുണ്ട്, തമ്പുരാന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മൾ ഇരിക്കുന്ന ആ സമയമുണ്ടല്ലോ, എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലറായിട്ട് ഒരു സമയം കൊടുക്കണം. ഇന്ന് 4 മണിയാണെ നാളെ 5 മണി, പിറ്റേ ദിവസം 7 മണി, പിന്നെ ചിലപ്പം വൈകുന്നേരം ആയിരിക്കും. അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല ഇത്. നമ്മൾ എല്ലാ ദിവസവും പർട്ടിക്കുലറായിട്ട് ഒരു സമയം അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിരിക്കണം, ആ സമയത്ത് മാറ്റിവെക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, തെജിക്കൊണ്ടുള്ള പ്രാർത്ഥന അതിരാവിലെ ആണെങ്കിൽ ഇപ്പം നമ്മൾ 5 മണിക്ക് സാധാരണ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. ഇനിയും 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് 5 മണിക്ക് എഴുന്നേൽക്കുക. അങ്ങനെ അങ്ങനെ നമ്മുടെ ആ സമയത്തെ ആ രീതി ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ പോകണം. ഇനി ഈ നമ്മൾ എവിടെയായിരുന്നാലും ഈ വ്യക്തിപരമായ പ്രാർത്ഥന ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ ഉണ്ടല്ലോ സഹോദരങ്ങളെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് ചെയ്യുമ്പം കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകും. കാരണം ചെറുത്താണ് ചെയ്യാൻ വിടത്തില്ല. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ അതുവരെ കിട്ടാത്ത ഉറക്കം ആ സമയത്ത് കിട്ടും. തല അങ്ങ് കുമ്പിട്ട് അങ്ങ് ഒരു തരത്തിലും നമുക്ക് തല പൊക്കി പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉറക്കം കിട്ടും. അങ്ങനെയല്ല. അപ്പൊ അതിനെയൊക്കെ മറികടന്ന് നമ്മൾ അതിനെ ജയിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ അത് നമ്മൾ ഓർക്കണം. അത് ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം എനിക്കൊരു സഹോദരിയുടെ പറയാന്ന് അവർ എഴുന്നേറ്റ് അങ്ങനെ ഉറക്കം വിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം നോക്കി ഒരു 5-ാമത്തെ ദിവസം അപ്പൊ അവർ പറയാ കുറേശ്ശെ പിടിച്ചു കയറാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിടത്തില്ല. ജീവിതകാലം ഒരിക്കലും വിടത്തില്ല. 1995 ബ്രദർ തോമസ് പോളിന്റെ ഞങ്ങൾക്ക് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയെ പറ്റി കിട്ടും. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് സാധനങ്ങളെ ദൈവകൃപയാൽ മാത്രം, എന്റെ കഴിവല്ല, ഒരു ദിവസം പോലും, അതായത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ അത് മുടങ്ങാൻ മുടങ്ങാൻ ഇടയായിട്ടുള്ളൂ. അതായത് ഇപ്പൊ എവിടെയായിരുന്നാലും നമ്മളിപ്പോ നമ്മുടെ വീട്ടിലോ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നോ പ്ലെയിൻ യാത്ര ചെയ്യുന്നോ അല്ലെങ്കിൽ ബസ്സിലോ എവിടെ, അല്ല അന്യ വീട്ടിലാണോ അല്ല ഹോട്ടൽ എവിടെയാണെങ്കിലും ആ സമയത്ത് തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാൻ തമ്പുരാൻ തന്നെ നമ്മളെ വിളിച്ചുണർത്തിക്കോളും. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അത്രയും തമ്പുരാൻ കർത്താവ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു നമ്മുടെ സാന്നിധ്യം കർത്താവ് ഇഷ്ടപ്പെടുന്നതായിട്ട് മാറും. നമ്മൾ അങ്ങോട്ട് വന്ന കർത്താവ് നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറഞ്ഞ സ്വർഗം കാത്തിരിക്കുന്ന ഒരു സമയമാണ് അത്. ഇപ്പൊ നമ്മള് അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, എപ്പോഴും കർത്താവ് പറയുന്ന, അതായത് ഈ രാത്രിയിൽ വിലാപങ്ങളിൽ പറയുന്നുണ്ട് 2:19 രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക, നിന്റെ ഹൃദയത്തിൽ നിന്റെ സൃഷ്ടാവിന്റെ മുൻപിൽ ജലധാര പോലെ ചൊരിയുക. രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. അത് വളരെ അനുഭവമാണ്. അതുപോലെ തന്നെയാണ് ജെറമ്യ 13:11 അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എന്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളുന്നതിനായിരുന്നു. കർത്താവ് പറയുന്നുണ്ടോ, എന്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളുന്നതിന് വേണ്ടിയാണ്. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ തമ്പുരാൻ പറയാ, നീ എന്റെ മകളെ, അങ്ങനെ നീയും ഞാൻ ഒന്നായിട്ട് ചേർന്നിരിക്കുന്ന സമയമാണ് സഹോദരങ്ങളെ. ഈ സമയത്താണ് കർത്താവിന്റെ ആ സാന്നിധ്യം ഒത്തിരി അനുഭവിക്കാൻ നമുക്ക് പറ്റും. അവിടുത്തെ സ്വരം ശ്രവിക്കാൻ പറ്റും. നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും തമ്പുരാൻ ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്ന സമയമാണ്. ഇരിക്കട്ടെ, നമ്മളിനി ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ആദ്യം ചെയ്യുന്നത്, നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്, ആദ്യം ചെയ്യുന്നത് തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഒന്ന് കോട്ട കിട്ടിയേക്കണം. വിശ്വാസ പ്രമാണം ചൊല്ലി കോട്ട കിട്ടുന്ന സാത്താന്റെ എല്ലാ തന്ത്രങ്ങളിൽ നമ്മൾ മാറാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ പരിശുദ്ധ അമ്മയുടെ സഹായം തേടണം. അമ്മയുടെ സഹായം, സ്വർഗസ്നാപിതാവേ 3 നന്മയൊക്കെ ചൊല്ലിയിട്ടാണെങ്കിൽ അമ്മയുടെ ആ സാന്നിധ്യം വരും. പിന്നെ വിശുദ്ധരൻ, നമുക്ക് ഇഷ്ടമുള്ള വിശുദ്ധ, നമ്മുടെ പേരിന് കാരണക്കാരെ, നമ്മുടെ ദൂതന്മാരെ, നമ്മളെ കാക്കാൻ കർത്താൻ ആ ദൂതനില്ലേ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, ഇവരെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ തന്നെ. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, ഇതിന്റെ ഘടന ഇങ്ങനെയാണ് പോകുന്നത്. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇനി ഒരു പേരുണ്ട്, വിശുദ്ധീകരണ പ്രാർത്ഥന എന്നുണ്ട്, രൂപാന്തരീകരണ പ്രാർത്ഥന എന്ന് പറയും, ശക്തീകരണ പ്രാർത്ഥന എന്നും പറയും. അപ്പൊ ആദ്യം തന്നെ നമ്മള് ആദ്യത്തെ ഘടന വെച്ചാൽ പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു, പുത്രനായ ഈശോയെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ സ്തുതിക്കാൻ പോകണ്ടല്ലോ, അത് വലിയൊരു അനുഭവമാണ്. സ്വർഗം
ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണ്. ആ സ്തുതിപ്പില് നന്ദിയാണ്, നമ്മുടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കുന്നത്. എപ്പോഴും സ്തുതിപ്പിൽ ഒരു നന്ദി ഉണ്ടല്ലോ. നന്ദിയോടെയാണല്ലോ നമ്മുടെ ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവും നമ്മുടെ പരിപാലകനും നമ്മുടെ എല്ലാമായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലിരുന്ന ആ സ്തുതിപ്പ് ഉയരുമ്പോ ഉണ്ടല്ലോ, ആ പ്രപഞ്ചത്തോട് ചേർന്നുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? താവേ, ഈ സമയം ഈ പ്രഭാതം കാണാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ബന്ധുക്കളെയും സ്നേഹിതരെയും എൻ്റെ കൂട്ടായ്മയുള്ളവരെയൊക്കെ അങ്ങ് അനുവദിച്ചല്ലോ. നന്ദി കർത്താവേ, നന്ദി. എന്നാൽ ഈ പ്രഭാതം കാണാതെ പോയ എത്രയോ മക്കളുണ്ട്. എൻ്റെ ആത്മാക്കളെ അവിടെ സംവിധാനത്തിലേക്ക് അവിടെ നിന്ന് ചേർക്കണമേ, അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ തുടങ്ങാൻ തന്നെ. അപ്പൊ നമുക്ക് ആ പ്രഭാതം തന്നെ ഒരു നല്ല പ്രഭാതം, ഒരു ദിവസം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തില് ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം പുതിയതായിട്ട് നിൽക്കുന്ന ഓരോ പൂച്ചെടിയുടെ കായോട് ചേർന്ന് ഞാൻ അങ്ങേ സ്തുതിക്കും. സൂര്യേന്ദ്ര നക്ഷത്രാദിയോട് ചേർന്ന് അങ്ങനെ ഈ പ്രപഞ്ചത്തോട് ചേർന്നൊന്ന് സ്തുതിക്കുക. അതിനുശേഷം ഇനിയൊന്നുണ്ട് സഹോദരങ്ങളെ, പിന്നെ നമ്മള് തിരുവചന ഭാഗങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സ്തുതിക്കണം. തിരുവചനം നമുക്കറിയാവുന്ന ഇഷ്ടമുള്ള തിരുവചന ഭാഗമൊക്കെ എടുത്തു വെച്ച് നമ്മൾ സ്തുതിക്കാം. അതായത് പിന്നെ നമ്മളിപ്പം പറയാം, മുല പിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാം. നമുക്ക് എന്താണ് കർത്താവിന് നമുക്ക് ഈശോയുടെ സ്നേഹത്തിന്റെ ആധിക്യം നമ്മൾ അറിഞ്ഞിട്ടുള്ള. അപ്പൊ ഓരോ അങ്ങനെയുള്ള വചനങ്ങളുണ്ടല്ലോ. ഓരോ പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹം പുതിയതാണ്, അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ ആ വചനം പറഞ്ഞ് സ്തുതിക്കുക. ആ വചനം പറയുമ്പോഴത്തേക്കും പറയുക, എന്നെ കാർക്കാൻ കർത്താവിന് യോഗ്യപ്പെട്ട കാവൽദൂതനോട് ചേർന്ന് ദൂതന്മാരോട് വിശുദ്ധരോട് ചേർന്ന് നമുക്ക് ഇഷ്ടമുള്ള വിശുദ്ധരുടെ പേര് പറഞ്ഞിട്ട് അവരോട് ചേർന്ന് സ്തുതിക്കണം. അവിടെയാണ് ഈ സ്വർഗീയ സൈന്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല, നല്ല അനുഭവമായിരിക്കും. അപ്പൊ പിതാവായ ദൈവത്തെ ആദ്യം നമ്മളിങ്ങനെ കുറച്ച് സമയം പറഞ്ഞ് സ്തുതിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്ന വേണ്ടി ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചെറുകടിച്ചു. അത് നമുക്കറിയാവുന്ന വചനങ്ങളല്ലേ. അവൻ ഓടിയാൽ ക്ഷീണിക്കും, നടന്നാൽ തളരുകയുമില്ല. അങ്ങനെയുള്ള വചനങ്ങളൊക്കെ മലകൾ മാറിപ്പോയ കുന്നുകൾ, ഓരോ വചനങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു വിശുദ്ധന്റെ പേര് പറഞ്ഞ് വേണം അവരോട് ചേർന്ന് അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മളെ സ്തുതിക്കാനായിട്ട്. വിശുദ്ധമറിയന്ത്രേശ്യാമയോട് ചേർന്ന് പ്രാവശ്യങ്ങൾ ചേർന്ന് ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് വളരെ ഒരു ശക്തിയാണ്. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം അപ്പോഴത്തെ നമ്മളുടെ കടന്നു വരുന്ന സ്വരങ്ങളെ പിതാവ് വളരെയധികം സന്തോഷിക്കുന്ന സമയമാണ്. അതിനുശേഷം ഉണ്ടല്ലോ, ഈ സ്തുതിപ്പ് കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ നമ്മൾ പിതാവായത്തെ സ്തുതിച്ചു. പിന്നെ നമ്മൾ പുത്രനായ ഈശോയിലേക്ക് കടന്നു വരികയാണ്. പുത്രനായ ഈശോയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും പിന്നെ ഉടനെ തന്നെ നമുക്ക് അന്നേരം ഈശോനെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കുറച്ച് സമയം സ്തുതിക്കുക. അതിനുശേഷം പുത്രനായ ഈശോ സ്തുതിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സ്വർഗത്തിന് നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ പിതാവിന്റെ ആ സകല മഹത്വം അണിഞ്ഞിരിക്കുന്ന ഈശോ പാപികളായ നമ്മളെ തേടി നമുക്ക് വേണ്ടി സ്വർഗം വേണ്ടി ഇറങ്ങി വന്നു അല്ലെ. അപ്പൊ ആ ഈശോയുടെ ആ ഒരു വലിയ നമ്മൾക്ക് വേണ്ടി നമ്മളോട് കാണിച്ച ആ സ്നേഹം, അവിടുത്തെ രക്തത്താൽ നമ്മളെ കഴുകി ആ പീഡയുടെ യോഗ്യ പാവങ്ങൾക്ക് പരിഹാരം അർപ്പിച്ച് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റി ഈശോയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധന നന്ദി അങ്ങനെ പറഞ്ഞിട്ട് ഈശോയെ സ്തുതിക്കുക. അതിനുശേഷം വലിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സഹോദരങ്ങളെ. ഇവിടെയാണ് നമ്മളുടെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ഭാഗം അടങ്ങിയിരിക്കുന്നത്. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയൊരു കൃപാവരം നമ്മളിലേക്ക് ഒഴുകുകയാണ്. അതായത് നമ്മൾ ഈ സമയം ഒരു സമർപ്പണം ചെയ്യുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുന്ന, ആർക്കാ സമർപ്പിക്കുന്നത്? ഈശോയ്ക്ക് ക്രൂശിതനായനാണ് സമർപ്പിക്കുന്നത്. ക്രൂശിതന്റെ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴത്തേക്ക് ഈശോയുടെ തിരുരക്തത്താൽ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. യോഹന്നാൻ 13:8 അവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് നമ്മളെ തന്നെ ഒന്ന്. അതായത് ആദ്യം നമ്മളുടെ ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മയെ സമർപ്പിക്കുന്നു. പിന്നെ നമ്മളുടെ ഉപബോധ മനസ്സിനെ സമർപ്പിക്കുന്നു. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, കാത്, മൂക്ക്, നാവ്, അധരം, ത്വക്കിനെ നമ്മൾ സമർപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് സമർപ്പിക്കാനുണ്ടോ അതെല്ലാം നമ്മൾ ആ സമയത്തൊന്ന് സമർപ്പിച്ച് ഇങ്ങനെ ഓരോന്നും സമർപ്പിച്ചതിന് ശേഷം തിരുത്താൽ കഴുകാനായിട്ട് അത് അല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക്
ഓരോ സമർപ്പണം ചെയ്യുമ്പോഴും കർത്താവിന്റെ പീഡാസഹനം ധ്യാനിച്ചുകൊണ്ട് ആ തിരുരക്തത്താൽ നമ്മളെ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഹെബ്രായർ 9:14 നമ്മൾ പറഞ്ഞ നിത്യാത്മാവ് മൂലം ദൈവത്തിന് തന്നെ സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ അന്ധകരണത്തെ എത്ര അധികമായിട്ട് വിശദീകരിക്കുകയില്ല. അത് നമ്മൾക്കൊരു വചനമുണ്ടല്ലോ, ആ വചനമാണ് അതിന്റെ മെയിനായിട്ടൊരു പോയിന്റ്. അതായത് നമ്മുടെ കർത്താവ് നമ്മളെ കഴി വിശദീകരിക്കാനായിട്ട് നമ്മള് ഈ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടല്ലോ ഓരോ കാര്യം സമർപ്പിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചിന്തയെ സമർപ്പിക്കും. നിങ്ങളിപ്പോ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇതിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ കുമ്പസാരത്തിൽ ഇതൊക്കെ ഏറ്റു പറയുന്ന കാര്യങ്ങളല്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും. തീർച്ചയായിട്ടും സഹോദരങ്ങളെ, നമ്മൾ കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ എന്താ നടക്കുന്നറിയോ, കുമ്പസാരത്തിലൊക്കെ നമ്മൾ ആ മേൽഭാഗം മാത്രം ഇങ്ങനെ വെട്ടിവിടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാല് ഇതിന്റെ ആ കുറ്റി അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാപത്തിന്റെ സ്വാധീനം നമ്മളിലുള്ളിടത്തോളം ഈ പാപക്കറ അവിടെ തന്നെ കിടക്കുകയാണ്. അത് കറ പിടിച്ച് കിടക്കും. ഇപ്പൊ നമ്മളൊരു പൈപ്പിലൂടെ നമുക്ക് ടാങ്കി വെള്ളമുണ്ട്, ടാപ്പ് ഓണിച്ചിട്ട് വെള്ളം വരുന്നില്ല. എവിടെ സംഭവം വെച്ചാൽ ഈ പൈപ്പിൽ ഇതെല്ലാം വന്ന് അടിഞ്ഞുകൂടി മണ്ണും അഴുക്കെല്ലാം അടിഞ്ഞുകൂടിയിട്ട് പൈപ്പിൽ ആ ഒരു ഫ്ലോ വരുന്നില്ല. അപ്പൊ അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫ്ലോ ആയിട്ട് വെള്ളം വരുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതങ്ങോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ നല്ല നമ്മളിലൂടെ കൃപ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. നമ്മളിലൂടെ നന്മ പുറത്തേക്ക് ഒഴുകാൻ, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിപ്പോകും. പല പ്രാവശ്യം നമ്മൾ എത്രയോ കാലങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോകുന്ന പല കാര്യങ്ങളും ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു അനുഭവം കിട്ടും. ആദ്യം നമ്മൾ സമർപ്പിച്ചാൽ ചിന്ത, നമ്മുടെ ചിന്തകള്, വാക്കുകള്, ഭാവന, ബുദ്ധി, ഓർമ്മ. അപ്പൊ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും പ്രാവശ്യം നമുക്കറിയാലോ, നമ്മുടെ അതായത് ആദ്യം തന്നെ ഹൃദയത്തെ ഒന്ന് വിശദീകരിക്കാൻ തമ്പുരാനോട് പറയണം. ഹൃദയത്തിൽ നിറവേരുന്നതാണ് അധരം സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ അഴുക്കുകളെല്ലാം ചിന്തയിലേക്ക് കടക്കും. അപ്പൊ നമ്മളുടെ ചിന്തയിലൂടെ നമ്മൾ എന്തോരം പാപം ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലേ. ഈ ചിന്തകളെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് കർത്താവിനോട് പറയണം, ഈശോയെ ഈ ചിന്തയിലൂടെ ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളെ ഓർത്തിട്ട് ഞാൻ പശ്ചാത്തപിക്കുന്നു പറഞ്ഞിട്ട് ഓർക്കണം. ആ സമയത്ത് നമ്മൾ ചിന്ത കൊണ്ട് എന്തുമാത്രം നമ്മളുടെ ഈ വയസ്സിലായിരിക്കത്തില്ല, നമ്മുടെ കുഞ്ഞുനാള് മുതലേ ഇങ്ങോട്ട് എന്തുമാത്രം ചിന്തകളെ നമ്മൾ ദുരുപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാവനകളെ ദുരുപയോഗിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് എന്തുമാത്രം നമ്മൾ ഭാവന ചെയ്ത് നമ്മൾ എന്തുമാത്രം പാപം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്തയും ഭാവന, നമ്മുടെ ബുദ്ധിയൊക്കെ പ്രകാശിപ്പിച്ചു വിട്ട് നമ്മൾ ബുദ്ധിക്ക് അജിതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ ജ്ഞാനം കൊണ്ടറിയാനും ബുദ്ധി കിട്ടാനും ഒക്കെ നമ്മുടെ ബുദ്ധിയെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. തിരുരക്തമാണ് സൗരങ്ങളെ നമ്മുടെ ആ കഴുകലിന് ഈശോയുടെ പീഡാനുഭവത്തെയും തിരുരക്തത്തെയുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടുത്തെ തിരുരക്തം. അപ്പൊ നമ്മള് ഈ ചെയ്യേണ്ട എന്തെങ്കിലും ഈ ഈശോയുടെ കുരിശുമെന്ന, അതായത് പിലാത്തോസിന്റെ അരമന മുതൽ ഗൗൾത്ത വരെ ഓരോ സ്ഥലവും ധ്യാനിക്കുക. ആ സ്ഥലത്ത് ഈശോ ചിന്തിയ തിരുരക്തത്താൽ ഞാൻ ചെയ്തു പോയ ഇന്ന പാപത്തിലേക്ക് ആ തിരുരക്തം ഒഴുകിയിറങ്ങട്ടെ, എന്നിലേക്ക് ഒഴുകട്ടെ എന്ന് എൻ്റെ ചിന്തയിലേക്ക്, എൻ്റെ ഭാവനയിലേക്ക്, എൻ്റെ ബുദ്ധിയിലേക്ക്, എൻ്റെ ഓർമ്മയിലേക്ക്. ഓർമ്മ ഒത്തിരി പെശക് തരുന്ന ഒരു കാര്യങ്ങളെ ആരെങ്കിലും എവിടെയെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ തലയ്ക്കകത്ത് കിടക്കാം. ഇത് തന്നെ ഇങ്ങോട്ട് തിരുത്തി വരും. ഈ ഓർമ്മയെ കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ നമുക്ക് പല പാപത്തിൽ നമുക്ക് വിടുതലകുമ്പോൾ മുറിവുകൾ ഉണങ്ങിക്കിട്ടും. ഈ ഓർമ്മയെ ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാള് മുതലുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിനകത്ത് പലതും വരാം, പല കാര്യങ്ങളും വരാം. ഓർമ്മയിലൂടെ എന്ന് വെച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളോട് മോശമായ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞതോ, മോശമായ രീതിയിൽ നമ്മളെ ദുരുപയോഗിച്ചതോ, ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈശോ മനോഹരമായിട്ട് ആ തിരുരക്തം കൊണ്ട് കഴുകും. അത് കഴുകി ഉണങ്ങിക്കിട്ടിയെങ്കിലേ നമ്മള് നല്ല ഒരു ഇതിലേക്ക്. മുറിവുകളൊക്കെ ഈ സമയത്താണ്, ഉണങ്ങുന്ന സമയമാണ്. നമുക്ക് പല മുറിവുകൾക്ക് അറിയാം. ഒരു സഹോദരിക്ക് ആവശ്യമില്ലാതെ അവർ ചെയ്യാത്ത തെറ്റ് അവർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സഹോദരി മുറിപ്പെട്ടിട്ട് അവർക്ക് പിന്നീട് ആ സമൂഹത്തിലേക്ക് പിന്നെ അവർ വന്നിട്ടേ ഇല്ല. ആക്ച്വലി ആ സമൂഹത്തിന് തന്നെ അറിയാം, ഇവര് കുറെ പേർക്ക്, മുക്കാൽ ആൾക്കാർക്കും അവർ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കുറെ പേര് അതിനെ ഊതി വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നടപ്പുണ്ട്.
എന്നാലും ഈ സഹോദരി മുറിപ്പെട്ട് പിന്നെ അവർ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ദീപബലിക്ക് പോലും ആ ചർച്ചിലേക്ക് അവർ വന്നിട്ടില്ല. അവരുടെ മനസ്സിൽ ആ മുറിവ് മാറാതെ അങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെയാണ് കാരണം. ഇത്രയും മുറിവൊക്കെ കൊണ്ടു നടക്കരുത് സഹോദരങ്ങൾ. ഇതൊക്കെ തമ്പുരാനെ സന്നിധിയിൽ കൊടുത്ത് തമ്പുരാൻ റെഡി ആയിട്ടിരിക്കുക. അവന്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമ്മൾ വേദനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നമ്മുടെ ഈ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാനാണ് കർത്താവ് വന്നത്. അപ്പൊ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പം നമ്മുടെ ചിന്ത വിശദീകരിച്ച് കിട്ടും, നമ്മുടെ ഭാവന വിശദീകരിച്ച് കിട്ടും. അതായത് ഇപ്പൊ ഒരു സ്വപ്നം കണ്ടെന്ന് ഓർത്തു. സ്വപ്നം കാണുന്നത് തെറ്റല്ല, പക്ഷെ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് അതിൽ എന്തെങ്കിലും തരത്തില് മോശമായി നമ്മൾ അതിനെ താലോലിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പാവമാണ്. അത് കുമ്പസാരത്തിൽ പോലും ഏറ്റു പറയേണ്ട പാവം അതാരും പറയാറില്ല. സ്വപ്നത്തിൽ കൂടെ അല്ലേ നോക്കും. പക്ഷെ അതിന് തമ്പുരാന്റെ കയ്യിൽ അപ്പൊ തന്നെ കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് മോചനം നേടുക വേണ്ടത്. അല്ലാതെ അതിനെ താലോലിച്ചു കഴിഞ്ഞാൽ അത് പാവമാണെന്ന് നമ്മൾ ഓർക്കുക. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രാർത്ഥന ഇരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും കർത്താവിനി ഒന്നുണ്ട്, നമ്മൾ ഓർക്കാത്ത പല പാപങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് തന്നെ വെളിപ്പെടുത്തി തരുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒന്നുകൊണ്ട് സഹോദരങ്ങളിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ കഴിഞ്ഞു. ഇനി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാവ്, അതരം, തൊക്ക്. നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാണ്ടല്ലോ ഈ നമ്മള് അത് കർത്താവ് വന്നല്ലേ, കണ്ണ്, നിന്റെ കണ്ണ് ശുദ്ധീകരിക്കപ്പെട്ടതാണ്, ശരീരം മുഴുവനും വിളക്കായി മാറും അല്ലെ, പ്രകാശമായി മാറും. നമ്മുടെ കണ്ണില് പ്രകാശം ഉണ്ടെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശം. അപ്പൊ ഈ കണ്ണിലൂടെ, അതായത് ഓരോ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആന്തരിക ഇന്ദ്രിയങ്ങളുണ്ട്. ആന്തരിക ഇന്ദ്രിയങ്ങളിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് പോയിട്ട് അടിഞ്ഞുകൂടും. അപ്പൊ ഈ ആന്തരിക ഇന്ദ്രിയങ്ങളെയാണ് ആദ്യം നമ്മൾ കഴുകി വിശദീകരിക്കുക. അപ്പൊ ഈ കണ്ണെന്ന് പറയുമ്പോൾ ആന്തരിക കണ്ണുണ്ട്. ഇവിടെ ഒരു സംഗതി കണ്ടിട്ട് കുഞ്ഞുനാളിലേക്ക് എന്തുമാത്രമല്ല, കുഞ്ഞുനാളല്ല അല്ലാതെ തന്നെ ഇന്ന് എന്തോരം മാധ്യമങ്ങളിലൂടെ എന്തുമാത്രം നമുക്ക് വേണ്ടാത്ത നമ്മൾ കണ്ടുകൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ബ്ലോക്കായിട്ട് ഇതവിടെ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. ഇതൊക്കെയാണ് നമ്മളെ പാപത്തിന്റെ സ്വാധീനമായിട്ട് നമ്മളിൽ വന്ന് നിറഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, പിന്നെയോ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്, പാപത്തിന്റെ സ്വാധീനമാണ്. ഈ സ്വാധീനത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ഈ തിരുരക്തം കൊണ്ടുള്ള കഴുകലിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ പാപത്തിന്റെ സ്വാധീനം പൂർണ്ണമായും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ണിലൂടെ നമ്മൾ കണ്ട ഓരോന്നും നമ്മളിങ്ങനെ ഓർത്തു, ചിലപ്പം എന്തെങ്കിലും വായനയിലൂടെ ആയിരിക്കും, ചീത്ത പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ കാണുന്നതിലൂടെ ആയിരിക്കും. ഇനി അത് സെക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇതെല്ലാം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിലൂടെ നമുക്ക് ദൈവത്തെ കാണാനും സ്വർഗീയമായ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അവരിൽ നന്മ കാണാൻ പലരും ഉണ്ട്. നമ്മുടെ ഈ കണ്ണ് വിശദീകരിക്കപ്പെടാത്തത് കൊണ്ടുണ്ടല്ലോ, ആരിലും നന്മയുണ്ട്, ആ നന്മ കാണാൻ നമുക്ക് പറ്റത്തില്ല, തിന്മ മാത്രമേ കാണത്തുള്ളൂ. അത് നമ്മൾ പറഞ്ഞു നടക്കുകയും ചെയ്യും. അപ്പൊ ഒരു വ്യക്തിയിലുള്ള നന്മ കാണുക, അത് നമ്മുടെ മനോഭാവത്തിൽ തന്നെ വലിയൊരു മാറ്റം വരും. ഈ കണ്ണുകൾ വളരെ പ്രാധാന്യം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് ദുഷിതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടു പോകുമെന്നാ പറയുന്നത്. അപ്പം കണ്ണുകളിലൂടെയാണ് മനോഭാവത്തിൽ തെറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ മനോഭാവത്തിൽ നല്ലൊരു മാറ്റം വരും ഈ കണ്ണിലുള്ള വിശുദ്ധീകരണം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാല് നമ്മളുടെ കുഞ്ഞിപ്പോ എന്റെ വീട്ടിലിപ്പോ ഞാൻ വൈകുന്നേരം ഞാൻ വീട്ടിലിരിക്കുന്നതായതുകൊണ്ട് എന്റെ മരുമകളോ മോനൊക്കെ ജോലിക്ക് പോകും. മരുമകളൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും, രാത്രി 8-8:30 ആകുമ്പോൾ അവർ വരും. അപ്പം വൈകുന്നേരമൊക്കെ ഒത്തിരി പാത്രങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും, ജോലി ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ഒത്തിരി പാത്രങ്ങൾ ഇട്ട് കഴിക്കൊണ്ടിരിക്കും. ഇവര് വന്നു കഴിഞ്ഞിട്ട് ഇവര് പോയിട്ട് മോള് പോയിട്ട് റൂമിൽ പോയിട്ട് ചിലപ്പോൾ അവള് റെസ്റ്റ് എടുക്കുവോ, മൊബൈല് കാണുവോ ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അവര് ക്ഷീണം കൊണ്ടൊക്കെ വരുന്നതല്ലേ, മൈൻഡും ഒക്കെ ജോലിയിലൊക്കെ ഒത്തിരി ടെൻഷനും ഒക്കെ. അപ്പൊ ഞാന് എന്തെങ്കിലും കൊറിയർ വന്ന കാര്യം, എന്തെങ്കിലും പ്രധാന കാര്യം പറയാൻ റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഇതായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൂട്ടം പണി കിടക്കും, നമ്മൾ ഉടനെ കാണുന്ന നമ്മൾ ഇത്രയും പണി ഇവിടെ കിടക്കുമ്പോൾ ഇവര് ഇവിടെ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളായിട്ടിരുന്നു. അപ്പൊ മോനപ്പം എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ ഒക്കെ എന്നിട്ട് അവര് സന്തോഷിച്ചൊക്കെ ഒരു സമയം. പക്ഷെ എന്റെ മനോഭാവം അങ്ങനെ പോകത്തില്ല ഒരിക്കലും. ഞാൻ ഉടനെ എന്തൊക്കെയാണ് ഇത്രയും ടെൻഷൻ അടിച്ചൊക്കെ വരുന്നതല്ലേ, ജോലി ഇത്രയും ട്രാഫിക്കിലൊക്കെ വണ്ടി
കുറിച്ചൊക്കെ വരുന്നവരൊക്കെ ഇച്ചിരി നേരം, ഞാൻ വീട്ടിലിരിക്കുന്ന ആളല്ലേ, അതെനിക്കൊരു പ്രശ്നമില്ലല്ലോ, അവരിച്ചിരി നല്ല രീതിയിൽ ഇച്ചിരി എൻജോയ് ചെയ്തോട്ടെ, റെസ്റ്റ് എടുത്തോട്ടെ, അങ്ങനെ മാത്രമേ എൻ്റെ മനോഭാവത്തിലേക്ക് അത് വരുന്നുള്ളൂ. അങ്ങനെ ആകാൻ പാടുള്ളൂ സൗരങ്ങൾ. ഇതാണ് നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ മനോഭാവത്തിന് തന്നെ വലിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കാതിലൂടെ കേൾക്കുന്നത്, നമ്മുടെ കാതിലൂടെ എന്തുമാത്രം വേണ്ടാതെ നമ്മൾ കേൾക്കുന്നത് അല്ലെ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആരുടെയെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞാൽ നമ്മൾ കാതങ്ങനെ തുറന്നു പിടിച്ചോണ്ടിരിക്കും. അതൊക്കെ നമ്മൾ തെറ്റാണ് സൗരങ്ങളെ. കാതിലൂടെ അതുപോലെ തന്നെ എത്ര ഈ കാതിലൂടെ കേട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഒരു സഹോദരി പറയുകയാണ്, സഹോദരിയുടെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ള മനുഷ്യനൊക്കെയാ, പക്ഷെ അദ്ദേഹം അവളെ മോളെ എന്ന് വിളിക്കത്തില്ല. അപ്പൊ ഫോണിൽ കൂടെ ആരോ ഒരുപാട് സംസാരിച്ച് അറിയാവുന്ന വ്യക്തി തന്നെയാണ്, ഇവളെ മോളെ എന്ന് വിളിക്കുന്ന കേൾക്കാൻ ഇവക്കൊരു ഇമ്പം, ഒരു ഇഷ്ടം. അങ്ങനെ ആയപ്പോ അവർ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാനും അപ്പൊ അയാളുടെ വർത്തമാനത്തിൽ കുറെ കൂടി ഇഷ്ടം തോന്നി. ആ ഒരു ഇഷ്ടത്തിലേക്ക് മാറുകയാണ്. പിന്നെ അത് വേറെ രീതിയിലോട്ട് പോകും. അതാണ് അതിന്റെ വേറൊരു വശം. ഇതാണ് സോളിന്റെ കേൾവി. ആ ഒരു വാക്ക് കേൾക്കാനുള്ള ആ ഒരു ഇതിലൂടെ എവിടോട്ട് പോയി വേറെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ കാതുകളെ വിശദീകരിക്കാൻ കർത്താവിനോട് പറയേണ്ട, കർത്താവെ ഇന്ന കാര്യം ഞങ്ങൾ കേട്ട് ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, എന്റെ കാതിലേക്ക് നീ ഇന്ന സ്ഥലത്ത് വീണ് ആ വാൾത്താലേക്ക് പോകുന്ന എന്തുമാത്രം രക്തം പിടിക്കും, ആ തിരുരക്തത്താൽ എന്നെ കഴുകണം. അപ്പോൾ നീ അനുഭവിച്ച പീഡയുടെ യോഗ്യതയാൽ എന്റെ ഈ അവയം കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടി ആ വലിയ പാപം ശാപാകാന്ന് ചോദിച്ചാൽ മാറിപ്പോട്ടെ. കണ്ണ്, കാത്, പിന്നെ മൂക്ക്, നാവ്, അതരം. മൂക്ക് എന്ന് പറഞ്ഞ സ്മെല്ല്, ചിലർക്ക് ചില സ്മെല്ലുകൾ, ആവശ്യമില്ലാത്ത സ്മെല്ലുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചില ഈ എന്താ പറയണ്ട, ഒരു പെണ്ണ് പറയാൻ, എനിക്ക് എന്തെന്ന് വേണ്ടത്, ലിക്വറിന്റെ ഒക്കെ മണം അതിഷ്ടമാന്ന് പറയും. അങ്ങനെ അതൊക്കെ അങ്ങനെ ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അപ്പം നമ്മളുടെ ഈ മൂക്കെന്ന് പറഞ്ഞ അത് കഴിയാൻ നമുക്ക് സുഗന്ധ സ്മെല്ലൊക്കെ വരുന്നത് നമ്മുടെ ഈ നാസാരന്ധ്രത്തിലൂടെയാണ്. അപ്പം കണ്ണുകാതെ മൂക്ക്, നാവ്, അതരം ഒക്കെ അറിയാമല്ലോ. നാവ്, അതരം കൊണ്ട് ചെയ്യാൻ തെറ്റുകൾ എന്തുമാത്രം കിടക്കുന്നു, എന്തോരം നമ്മളൊന്നിരുന്ന് ചിന്തിച്ചു കൊടുത്ത്. അപ്പൊ സാറിന് നമ്മൾ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ തമ്പുരാന്റെ സന്നിധിയൊക്കെ നിങ്ങൾ ഓർക്കുന്നതൊക്കെ 1 മണിക്കൂർ സമയം ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് 1 മണിക്കൂറായി 1 മണിക്കൂറിനുള്ളിൽ ഉള്ള രീതിയിൽ തന്നെ ഇത് കഴുകാൻ സാധിക്കും. നമ്മൾ കഴുകിക്കൊണ്ടിരിക്കാം. ഓരോന്നും തമ്പുരാന്റെ സന്നിധിയെ സമർപ്പിച്ച് ഈശോ കടന്നു വരും. ആ തിരുരക്തം കൊണ്ട് അവയെ കഴുകി നമ്മൾ നാവും അതരം ഒക്കെ എന്ത് ഭംഗിയായിട്ട് കഴുകുമ്പോഴാണ് വിലകെട്ടോ പറയാ സത്വചനങ്ങൾ മാത്രം സംസാരിച്ച് നീ എന്റെ നാവ് പോലെ ജെറമ്യ 15:19. അപ്പൊ ആ ഒരു ഈ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ കടന്നു വരണം. വിലകെട്ട പറയത്തില്ല. നമ്മുടെ നാവിന് അതരത്തിൽ നിന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് മറ്റുള്ളവരിൽ അത് ഫലം ചൂടും, അത് ശക്തിയുള്ളതായി മാറും. അത് അവർക്ക് ചിലപ്പോൾ രോഗസൗഖ്യം കൊടുക്കും, മനസ്സിന് സൗഖ്യം കൊടുക്കും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ വാക്കുകൾ വിശുദ്ധി വേണമെങ്കിൽ ഈ നാവും അധരം നന്നായിട്ട് കഴുകണം. ഇനി ഈ നാവും അധരം കൊണ്ട് നമ്മൾ അല്ലാതുള്ള തിന്മകളും ചെയ്യാറില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ചിലപ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ പറഞ്ഞതാവാം, കുമ്പസാരത്തിൽ പറയാത്തതും കടന്നു വരും. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ തെറ്റുകളൊക്കെ ഇങ്ങനെ കഴുകി വിശദീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സഹോദരങ്ങളെ നമ്മൾ കൂടുതൽ തിളക്കമുള്ളവരായിട്ട് തമ്പുരാന് ഉതകുന്നവരായിട്ട് മാറി നമ്മളെ തമ്പുരാൻ എടുത്തുപയോഗിക്കും. പല ശുശ്രൂഷകൾക്കും പല നല്ല കാര്യങ്ങൾക്കും വേണ്ടി എല്ലാം കർത്താവ് നമ്മളെ എടുത്തുപയോഗിക്കും. അവിടുത്തെ വിശുദ്ധിയിൽ നമ്മളെ പങ്കുകാരാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അവിടുത്തെ തിരുരക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. അവന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തത്താൽ നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു. അവന്റെ തിരുരക്തമാണ് നമ്മളെ കഴുകേണ്ടത്. ഈ തിരുരക്തവും ഈ പിടാസവും നമുക്ക് വേണ്ടിയാണ് കർത്താവ് ചിന്തയിൽ നോക്കുക, നമ്മളെ രക്ഷിക്കാനായിട്ട്. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തതാണ് ത്വക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സൗരങ്ങൾ, നമുക്കറിയാമല്ലോ, ഏറ്റവും നമ്മുടെ ശരീരത്തിലെ സ്പർശനേന്ദ്രിയം. ഈ ത്വക്ക് മൂലം നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഓർത്ത് സമർപ്പിച്ച്. പലരും നമ്മൾ കുമ്പസാരത്തിൽ മനഃപൂർവ്വം പറയാത്തത് ഉണ്ടാവും, ചിലപ്പോൾ മറന്നുപോയതുണ്ടാവും, പൂർണ്ണമായി പറയാത്തതുണ്ടാവും. ഇതൊക്കെ ഈ സമയത്തൊന്ന് സമർപ്പിച്ച് കഴുകി വിശദീകരിക്കാൻ പറയണം. അപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്ന ചില പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, കുമ്പസാരത്തിൽ ഏറ്റു പറയണം. ഈ നമ്മള് വ്യക്തിപരമായ പ്രാർത്ഥനയെ സമർപ്പിച്ചു കഴുകി എന്ന് എഴുതി കുമ്പസാരം എന്ന കുദാശയിൽ അത് പറയാതെ ഇരിക്കരുത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മറന്നത് കർത്താവ് ആ സമയത്ത് ഓർമ്മിച്ച് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയതിൻ്റെ അടുത്ത് നമ്മളത് ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കാൻ കടപ്പെട്ടവരാണെന്ന് ഓർക്കുക. ഇനി ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ സഹോദരങ്ങളെ, ഈശോയുടെ പീഡാനുഭവം ഏറ്റു പറയണം. ഈശോയെ, നിന്റെ തിരുവസ്ത്രം വലിച്ചു പറിച്ചപ്പോൾ നീ അനുഭവിച്ച പീഡയുടെ യോഗ്യതയാൽ എന്റെ ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി അവിടുന്ന് സ്വീകരിച്ച്
എന്നെ രക്ഷിക്കണം. അത് പറയണം. അത് നമ്മളിങ്ങനെ കൊടുക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റു പറയണം. നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് മാപ്പി ചോദിക്കും. ഇനി നമ്മൾ അടുത്തയിലേക്ക് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ വളരെ സ്പീഡിൽ പോകുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, എനിക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടായ്മയുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ആത്മീയമായി വളർന്നവരല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല രീതിയിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് പോകാൻ പറ്റും. ഇത് നമുക്ക് ഉപബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ആദ്യം സമർപ്പിച്ചു? ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ. പിന്നെ നമ്മളുടെ ഇപ്പൊ നമ്മൾ എന്താ പറയുക, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാവ്, അതെന്തൊക്കെ. നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ഇപ്പം ഈ ചേച്ചി പറഞ്ഞ ഇങ്ങനെയൊക്കെ അടുക്കും ചുറ്റോടെ ഒന്നും വരണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ചിലപ്പോൾ ഇരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ കാണുന്ന സെക്ഷുവലായിട്ട് എന്തെങ്കിലും പാപം ചെയ്തായിരിക്കും ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ അതങ്ങ് സമർപ്പിക്കും. ഇതിപ്പോ നിങ്ങൾക്ക് ആരുടെയെങ്കിലും നിങ്ങൾ വഞ്ചിച്ചെടുത്തതോ, ആരുടെയെങ്കിലും കളവ് പറഞ്ഞതോ, ആരുടെയെങ്കിലും പേരിന്റെ അപകീർത്തി ഉണ്ടാക്കിയതോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആദ്യം വരുന്നത്. ഓക്കെ, അത് സമർപ്പിക്കുക. അല്ലാതെ നിങ്ങളിപ്പോ ഇതേ ക്രമത്തിലൂടെ വരണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും കഴുകി ഒന്ന് വിശുദ്ധി തമ്പുരാൻ ഇഷ്ടപ്പെട്ട പാത്രങ്ങളായി, ഉപയോഗമുള്ള പാത്രങ്ങളായി, സ്വർഗത്തെ അവകാശികളായി നമ്മൾ മാറത്തക്ക രീതിയിൽ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സഹോദരങ്ങളെ ഈ വിശുദ്ധീകരണ പ്രാർത്ഥന. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു ഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപബോധ മനസ്സ്. അതായത് ഇവിടെയാണ് ഒരു വലിയ കാര്യം നടക്കുന്നത്. അപബോധ മനസ്സ് നമുക്ക് യാതൊരു ഓർമ്മയില്ലാത്ത സ്ഥലം. നമ്മുടെ അമ്മയുടെ ഉദരം തൊട്ട് ഇങ്ങോട്ട് പോകാതല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. തെറ്റായതും കിട്ടും, നല്ലതും കിട്ടും, അല്ലെ? നമ്മുടെ അമ്മയെന്നൊക്കെ നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള നന്മ പ്രവർത്തികൾ, നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരിന് കിട്ടിത്തരാം. അതേ സമയം തന്നെ അവര് നമുക്ക് ജന്മം നൽകുമ്പോൾ കുറെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളിൽ വന്നിട്ടുണ്ട്. അത് ഇന്നും ഇത്തിക്കണ്ണി പോലെ പിടിച്ച് വെച്ചിരിക്കുകയാണ്, പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കണം. ഇത് നമ്മുടെ ബൈ ബർത്ത് കിട്ടിയതാണ്, നമ്മൾ ഓർക്കുക. അതൊക്കെ നമ്മൾക്ക് എന്താ പറയണ്ടേ, മുറിവുകൾ ഉണ്ടാവാം, സെക്ഷലായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവാം. ഇങ്ങനെ ഒരു വയസ്സായ ഒരു വ്യക്തിയാണ്, ആ വ്യക്തി പറയാണ് ഇന്നും ഒരു തഴക്ക ദോഷം എന്നെ വിട്ടു പോകുന്നേ ഇല്ല സഹോദരി. ഞാൻ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ക്ലാസ് കേട്ടപ്പോഴാണ് അദ്ദേഹം പറയാണ്, ഞാൻ ഇരുന്ന് കൊടുത്ത്. അപ്പൊ അദ്ദേഹത്തിന് ആ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം, സമർപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഉറക്കം അങ്ങോട്ട് മാറ്റിയൊക്കെ അങ്ങ് കടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അതെത്ര കണ്ട് ഇതാവും. അവനെ പിന്നെ മനസ്സിലായി അത് കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ശരിയാകത്തില്ലെന്ന്. പിന്നെ അദ്ദേഹം ബലം പ്രയോഗിച്ച്, അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. മത്തായി 11:12. അപ്പം ബലം പിടിച്ച അദ്ദേഹം പിന്നെ അതിനു വേണ്ടി ഇരുന്ന് കൊടുത്ത് നന്നായിട്ടിരുന്ന് കഴുകി അത് അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ തഴക്കദോഷം വിട്ടു. ഈ തഴക്കദോഷങ്ങളൊക്കെ എവിടുന്നാ വരുന്നറിയാം സാധനങ്ങള്? ഈ മാറാത്ത മുറിവുകള്, കഴിവുകേടുകള്, തഴക്കദോഷം, നമ്മളുടെ ദുഃഖത്തിന്റെ അവസ്ഥ, എപ്പോഴും ഇത് വ്യാകുലപ്പെടുന്ന എന്തെല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ലാത്ത അവസ്ഥ, അങ്ങനെ കാണുമ്പോൾ ഒരു നന്മ കാണാൻ പറ്റില്ല. നമ്മുടെ ഈ ജന്മം നൽകിയതിലൂടെ കിട്ടും. മാതാപിതാക്കന്മാരിൽ നിന്ന് നമ്മളിലേക്ക് അടിഞ്ഞുകൂടും. അതായത് അവർ നമുക്ക് ജന്മം നൽകുന്ന ആ സമയം ഉണ്ടല്ലോ, അവരിൽ കുടികൊള്ളുന്ന രണ്ടുപേരിലുമുള്ള തിന്മയുടെ ആ ഒരു ഇതെല്ലാം നമ്മൾക്ക് കിട്ടും. മുറിവുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം അമ്മയ്ക്കുണ്ടായ മുറിവുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളിലേക്കും കൂടെ കടന്നു വരും. നമുക്കത് പലപ്പോഴും അത് പിന്നീട് അത് ദുഃഖമായിട്ടും നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ അപബോധ മനസ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല്, എൻ്റെ ഈ മരുമകള് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോ, രണ്ടാമത്തെ കുഞ്ഞിന് ഒരു 7 മാസമുണ്ട്. ഒരു മോനും മോളും കൂടെ. ഇവർക്ക് ബൈക്കിൽ പോകുന്നതാണ് ഇവർക്ക് എളുപ്പം. നമ്മള് കാറിലൊക്കെ പോകുന്നതിനേക്കാൾ ട്രാഫിക്കുള്ള സമയത്ത് ഇവർക്ക്, അപ്പൊ ഇവര് രാവിലെ മഴയുണ്ടായിരുന്നെന്ന്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഷോർട്ട് കട്ട് ഉണ്ട്, അവിടെ ഒരു പാലമുണ്ട്, ആ ഒരു ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ എളുപ്പം അവർക്ക് പോകാം. അപ്പൊ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ചുള്ള പാലം കഴിഞ്ഞിട്ട് കുറെ പോകണം അവർക്ക് ഓഫീസിലേക്ക്. അപ്പൊ ഒരു ബൈക്കിൽ പോയി. ഇവള് 7 മാസം അന്ന് ഗർഭിണിയാണ്. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. അപ്പൊ പാലത്തിൽ വെള്ളമില്ല, കുഴപ്പമില്ല, ഇവര് പോയി. പക്ഷെ രാത്രിക്ക് അത് തിരിച്ചു വന്നപ്പോഴത്തേക്കും പാലം ഏതാ റോഡ് ഏതാ ഒരു പിടിയില്ലാത്ത രീതിയിൽ പാലത്തിന്റെ മേലെ കൂടെ വെള്ളം കവിഞ്ഞൊഴുകുകയാണ്. ഇവര് പാലത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ഇവര് പുറകോട്ട് പോവാന്ന് വെച്ചാൽ ഒത്തിരി പുറകോട്ട് പോയി
മെയിൻ റോഡിൽ കൂടെ വരിക എന്ന് വെച്ചാൽ ഒത്തിരി സമയം എടുക്കും, ഭയങ്കര ട്രാഫിക്കും മഴയും. അപ്പൊ ഇവര് എന്തോർത്ത് ആ പാലം കടന്ന് ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ ബ്രിഡ്ജിന് ചെറിയ ബ്രിഡ്ജ് അല്ല, കുറച്ച് ദൂരമുണ്ട്, രണ്ട് സൈഡിലും കൈപിടി ഇല്ലാത്ത ബ്രിഡ്ജ്. ഇന്ന് അതൊക്കെ മാറി അവിടെ നല്ല ബ്രിഡ്ജ് വന്നു കഴിഞ്ഞു. അപ്പൊ ആ ഒരു പിന്നെ അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് പാലത്തിന്റെ മേലെ കൂടെ വെള്ളം കവിഞ്ഞൊഴുകുകയാണ്, മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇനി തിരിച്ചു പോകൽ അത്ര എളുപ്പമല്ലല്ലോ എന്ന് ഓർത്തിട്ട് അവളോട് പറഞ്ഞു, എന്നെ മുറുക്കി പിടിച്ചിരുന്നോ, അവിടെ എന്തായാലും അപ്പുറത്ത് കിടക്കാൻ പോകും അങ്ങനെ പറഞ്ഞിട്ട് സഹോദരങ്ങളെ രാത്രിയാണ്. ഇവൻ ആ ബൈക്ക് എടുത്തു, ഇവനെ ഇറുക്കി പിടിച്ച് പേടിച്ച് അങ്ങനെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരു തരത്തിൽ ഇവർ ഇപ്പുറത്ത് കടന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ വഴക്ക് പറഞ്ഞു, കുഞ്ഞെ നീ എന്ത് പണിയാ കാണിച്ച, അങ്ങനെ ചെയ്യാവോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ഉണ്ട് വയറ്റിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നും വയറ്റിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ശരിക്കുള്ള രീതിയിൽ അങ്ങോട്ട് ഈ കുഞ്ഞിലേക്ക് ഇത് അടിഞ്ഞുകൂടിയെന്നൊന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചില്ല. അതിനുശേഷം ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം പിന്നീട് അവനൊരു 2ാം ക്ലാസ്സിൽ 3ൽ പഠിക്കുമ്പോഴാണ് കാറ്റഗിസം പിള്ളേരെയൊക്കെ കൂടി സിസ്റ്റർമാരും പള്ളിയിൽ നിന്ന് അങ്ങനെ അവരൊരു ചെറിയൊരു ടൂർ മാറി പോയി ഒരു വർഷത്തെ. അപ്പൊ അങ്ങനെ പോയ സമയത്ത് വെള്ളമുള്ളൊരു സ്ഥലത്ത് ഒരു ഇങ്ങനെ കളിക്കാനായിട്ട് പിള്ളേര് വിട്ടു. അപ്പൊ പിള്ളേരൊക്കെ വെള്ളത്തിറങ്ങി വെച്ചാൽ വലിയ മുങ്ങിപ്പോകുന്ന വെള്ളമൊന്നുമല്ല, ഉണ്ടെങ്കിൽ വിടത്തില്ല. അപ്പൊ പിള്ളേരെ വിട്ടപ്പോ ഇവൻ മാത്രം ഇറങ്ങിയില്ല. ഈ കുഞ്ഞ് മാത്രം ഈ സിസ്റ്ററിന്റെ ഉടുപ്പിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചിരിക്കുക. അവനൊന്ന് നോക്കും, പിന്നെ സിസ്റ്ററിന്റെ ഉടുപ്പ മുറുകെ പിടിക്കും. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, മോനെ എടാ എല്ലാവരും കളിക്കുന്നല്ലേ വെള്ളത്തിൽ, മോൻ മാത്രം എന്താ കളിക്കാത്ത, വാ സിസ്റ്ററും കൂടെ ഇറങ്ങാലോ വാ എന്ന്. എവിടെ ഇവൻ പോകത്തേയില്ല, ഇവൻ മുറുക്കി പിടിച്ചിരിക്കുക പേടിച്ചിങ്ങനെ. അപ്പോഴത്തേക്ക് അങ്ങനെ അപ്പൊ സിസ്റ്റർ പറയാം, അരകലിന് കാറ്റ് പിടിച്ച പോലെ പിന്നെ എന്തിലും ഇറങ്ങത്തില്ലെന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ അവരിപ്പോ കളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളോട്, ഇങ്ങനെയാണ് കുഞ്ഞിങ്ങനെ ചെയ്തു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം എവിടെ കിടക്കുന്നറിയാം, ഇവളുടെ ഉദരത്തിൽ വെച്ച് ഈ കുഞ്ഞ് പേടിച്ചതാ, വെള്ളം കണ്ട് പേടിച്ച പേടിയാ. ഇതാ സഹോദരങ്ങളെ നമ്മളൊന്ന് ഓർത്ത്, ഇങ്ങനെ എത്രയോ തലങ്ങളുണ്ടെന്നറിയാം, എത്രയോ തലങ്ങൾ. എനിക്ക് ഈ ഭയം, വെറുപ്പ്, വിദ്വേഷം, അതുപോലെ അമ്മയ്ക്ക് ആരോടെങ്കിലും ഒക്കെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ അമ്മ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കാം, ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പം സ്വന്തം അപ്പനോട് തന്നെയായിരിക്കും, കൂടപ്പുറപ്പങ്ങളോടായിരിക്കും, അമ്മായിമ്മയോടായിരിക്കും, അമ്മായിപ്പനോടായിരിക്കാം. ചിലപ്പോ ഇതൊക്കെ ഈ കുഞ്ഞിലേക്ക് അടിഞ്ഞുകൂടും, ഉറപ്പായിട്ട് അടിഞ്ഞുകൂടും, അതിന് യാതൊരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കിട്ടിയതിനെ ഒന്ന് സമർപ്പിക്കണം. കർത്താവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഭയവും വെറുപ്പും വിദ്വേഷവും അതുപോലെ തന്നെയാണ് സെക്ഷൽ ആക്ടിവിറ്റീസിൽ വളരെയധികം ഈ കാര്യം സ്വാധീനിക്കും. അവരിൽ അങ്ങനെ ഒരു അശുദ്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ, അവർ ആ ഒരു ആസക്തിയോടെയാണ് ജന്മം നൽകിയതെങ്കിൽ, പിന്നീട് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ ഇപ്പൊ നമുക്ക് പ്രീകാന കോഴ്സുകളുണ്ട്, കുറെ ഗർഭിണികൾക്കെല്ലാം ഇന്നിപ്പം പ്രഗ്നന്റ് ലേഡീസിനെല്ലാം കുറെ അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ ലേഡീസ് നല്ലോണക്ക് അറിയാം അമ്മയുടെ ആ ഒരു ഗർഭിണിയായ സമയത്ത് എങ്ങനെയായിരിക്കണം എന്ന് കുറെ പേർക്കെങ്കിലും അറിയാം. അതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരുണ്ട്. ആ അമ്മയുടെ ഉദരത്തിൽ ആ അമ്മ നന്നായിട്ട് ദിവസവും പ്രാർത്ഥിക്കുക. അങ്ങനെ ആ കുഞ്ഞ് നല്ല ഒരു ചൈതന്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് പുറത്തുവരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടാൽ തന്നെ ഒരു എപ്പോഴും സന്തോഷമായിരിക്കും അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെയുള്ള ഒരു അറിവില്ലാഞ്ഞ കാലങ്ങളായിരിക്കും നമുക്കൊക്കെ ജന്മം നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗരങ്ങളെ നമുക്കറിയാലോ, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ യോഹന്നാൻ എലിസബത്തിന്റെ ഉള്ളില് കുതിച്ചു ചാടി. ഇത് ഞങ്ങളൊരു പ്രാവശ്യം ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ വായിച്ചപ്പം ഒരു കൊച്ചവിടുന്ന് പറയുക, ഒരു യൂത്ത് ആ മോൻ പറയുക, അന്ന് യോഹന്നാൻ അമ്മയുടെ ഉദരത്തില് കുതിച്ചു ചാടി, ഇന്നാണെങ്കിലോ അയ്യോ അപ്പം വരുന്നെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഇവിടെ പേടി. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചി അപ്പന്റെ അലർച്ച കേട്ടാലേ മതി, അവിടെ കുതിച്ചു ചാടുകയല്ല, പേടിച്ച് വിറയ്ക്കും. ശരിയാ കൊച്ചൻ പറഞ്ഞത്, അവൻ പറഞ്ഞ് ശരിയാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സൗരങ്ങളെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ കാര്യം ഓർക്കുക, നമ്മൾ സമർപ്പിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അമ്മയുടെ ഉദരത്തിലായിരുന്ന ആ സമയത്തെ ഒന്ന് സമർപ്പിച്ചാൽ ഒത്തിരി നല്ലതാണ്. കാരണം ഇന്നലെയും ഇന്നും നാളെയും യേശു ഒരാൾ തന്നെയാണ്. ഈശോ ഭയങ്കര സൈക്കാട്രിസ്റ്റ് ആണ്. ഈശോയ്ക്ക് മാത്രമേ അങ്ങോട്ട് കടന്നോ നമ്മളെ സൗഖ്യമാക്കാൻ പറ്റുകയുള്ളൂ. ഇതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതായത് നമ്മൾ തന്നെ പെട്ടെന്ന് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രത്യേക ഓർക്ക് സമർപ്പിക്കുക. എന്താണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരുന്ന സമയത്തേക്ക് ഒരു മകള് പറയായിരുന്നു, ആ അമ്മ എപ്പോഴും ചീത്ത വാക്ക് പറയും, വലിയ വാക്കല്ല, ഒരു വാക്ക് അവൾ പറയാ, വലിയ ചീത്ത വാക്കും അല്ല, എന്തെങ്കിലും പറഞ്ഞ ഉടനെ പണ്ടാരം പിടിക്കും.
കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരു വാക്ക്. അപ്പൊ ഇവള് പറയും ഇവക്ക് അത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാതെ. അപ്പൊ ഇവക്ക് മനസ്സിലായി ഇത് എവിടെ നിന്ന് കിട്ടിയത്, അമ്മയുടെ നിന്ന് കിട്ടിയത്. ഇങ്ങനെ ഉണ്ട് സാധനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് സമർപ്പിച്ചാല് ഒത്തിരി ചില തഴക്ക ദോഷങ്ങൾ, വിട്ടുമാറാത്ത തഴക്ക ദോഷങ്ങൾ. കാര്യം നല്ല മനുഷ്യരായിരിക്കും, നല്ല രീതിയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ തഴക്കദോഷം വിട്ടു പോകത്തേയില്ല. അപ്പൊ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് കടന്നു വരും, ആ സന്ദർഭത്തിലേക്ക് കടന്നു വരും, ഇറങ്ങി വരും. ഇനി നമ്മൾ അടുത്തത് ഉപബോധ മനസ്സ്. ഇപ്പൊ ആദ്യം ഓർമ്മയുണ്ട് നമുക്ക് കുറച്ച് ഒരു 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞുള്ള പ്രായത്തുള്ള ആ സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് കിട്ടുന്നവ, അത് നമ്മളുടെ ഉപബോധ മനസ്സാണ്. ഇത് പിന്നീട് നമ്മളെ തെറ്റായ പല കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടും. അത് അവിടെ അതവിടെ അന്ന് നമ്മൾ കണ്ടതും കേട്ടതുമാണ്, അവിടെ കടക്കും. കടന്നു കഴിഞ്ഞ് പിന്നെ നമ്മളൊരു യങ്ങായിക്കഴിഞ്ഞ് നമ്മളൊരു എന്നാന്ന് പറയണ്ട് 15, 16, 18 വയസ്സിലേക്ക് വരുമ്പോൾ ഇതവിടെ കിടന്ന് മുളച്ചു പൊങ്ങി പിന്നെ അത് നമ്മളെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അത് ഉറപ്പായിട്ടും അങ്ങനെയാണ്. അത് നമ്മൾ പല കുഞ്ഞുങ്ങളിലും പലരും ഒരിക്കൽ ഞാനിങ്ങനെ സമയമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ ഞാൻ ജോലിക്ക് വേണ്ട അന്ന് ഞങ്ങൾ വേറൊരു വീട്ടിൽ അന്ന് ആദ്യത്തെ വീട്ടായിരുന്നപ്പം ഈ ഇതായിരുന്നു എന്താന്ന് പറയേണ്ടത് ഫ്ലാറ്റ് പോലെ മേലെയും താഴെ ഇറങ്ങിയ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ 2 കുഞ്ഞുങ്ങള് ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന കാണുകയാണ്. അപ്പൊ ആ കൊച്ചുങ്ങൾ രണ്ടും കൂടെ നമുക്ക് അമ്മയും അപ്പനും കളിക്കാന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നതൊക്കെ എന്താന്ന് വെച്ചാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർ ആ ദാമ്പത്യ ധർമ്മം അതേ കുഞ്ഞുങ്ങൾ കണ്ടിട്ട് ആൺകുട്ടിക്കൊന്നും അറിയില്ല, ഈ പെൺകുട്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, പെൺകുട്ടിയാണ് ആൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ കുഞ്ഞിന് മാതാപിതാക്കന്മാരുടെ അശ്രദ്ധ കൊണ്ടോ മാതാപിതാക്കന്മാർക്ക് അവർക്ക് ശരിക്കുള്ള ഒരു വീട് വസതി ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അത് കാണാനിടയായി ആ കുഞ്ഞിന്റെ മനസ്സിൽ അത് കിടക്കും. ആ കൊച്ചൊരു 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാ, 2, 3 ക്ലാസ് അത്രയും വയസ്സേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കടന്നു കഴിഞ്ഞാൽ എങ്ങനെ സാറിന്റെ അന്ന് അവർക്ക് കിട്ടിയ ഇത് തെറ്റായതാണ്. പക്ഷെ അവരിൽ ഇത് അവിടെ കടന്ന് പോമായി പിന്നീട് വരുമ്പോ ഉണ്ടല്ലോ ഇവരുടെ ആ സമയം എത്തുമ്പം ഇവര് പാപത്തിലേക്ക് പോകും. ഇതാണ് അതിന്റെ വേറൊരു പ്രക്രിയ. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇതിനകത്ത് വേറൊന്നുണ്ട്, കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കപ്പെടുന്നു. ചില കുഞ്ഞുങ്ങളൊക്കെ ദുരുപയോഗിക്കപ്പെടുമ്പം ആ കുഞ്ഞുങ്ങള് ഇതുപോലെ തന്നെ തെറ്റായതിലേക്ക് പോകുന്ന കാണാം. ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ കല്യാണത്തിന് ഒട്ടും സമ്മതിക്കാത്ത ഒരു കുഞ്ഞ്, അവർക്ക് പേടിയാണ്, ആണുങ്ങളെ കണ്ടാലേ പേടിയാണ്. ആ കുഞ്ഞിനെ ദുരുപയോഗിക്കപ്പെട്ട പിന്നീടാണ് കൗൺസിലിങ്ങിലൂടെ അതൊക്കെ മനസ്സിലാകുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇന്ന് അതെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പൊയ്ക്കോളും. ഈ തഴക്കദോഷവും ഈ കാര്യങ്ങളൊക്കെ പാപത്തിന്റെ മേഖലകളൊക്കെ അഴിഞ്ഞു പോകുന്ന അവസ്ഥകളാണ് അതെല്ലാം. ഇനി നമ്മുടെ സുബോധ മനസ്സ് ഇന്നലെ വരെ നമ്മൾക്ക് ചെയ്തു പോയ പാപങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സഹോദരിയുടെ കാര്യം പറഞ്ഞത്, ഒരു മുറിവുകൾ ഉണങ്ങാത്തത്. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞതും കള്ളം പറഞ്ഞതും ഏതെങ്കിലും തരത്തില് ആരെങ്കിലും ഒക്കെ ഒരു സഹോദരൻ പറയാണ് ആ സഹോദരന്റെ ജീവിതത്തിൽ ആ സഹോദരന് കിട്ടിയ ജോലിയിൽ കളവ് കാണിക്കാൻ നല്ല എളുപ്പമുള്ള ജോലിയാണ്. അപ്പൊ ആരും അതിനെ കണ്ടുപിടിക്കത്തില്ല. അങ്ങനെ ചെയ്തു വന്നു, അങ്ങനെ സുഖമായിട്ട് അങ്ങ് പോയി സഹോദരൻ ജോലിയും കിട്ടും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അവര് പഠിച്ച രീതിയിലുള്ള ഒരു നല്ല ജോലി കിട്ടുന്നില്ല, അവർക്കൊരു നല്ല ഒരു ഭാവി ഇല്ലാണ്ടിരിക്കുന്നു. അപ്പം പിന്നീടാണ് അതിന്റെയൊക്കെ തിന്മ എവിടെ വന്നത്, അന്ന് അതങ്ങനെ പോയി. പക്ഷെ ഓർക്കണം, ആ പാപം നമ്മൾ തീർച്ചയായിട്ടും അപ്പൊ ആ സഹോദരൻ തീർച്ചയായിട്ടും എടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ സൽപ്രവൃത്തി ചെയ്യണം. ചെയ്ത ആ പാപം ആ സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ കർത്താവിന് സമർപ്പിക്കണം, അതായത് കണ്ടെത്തണം. ഇനി ഒന്നുണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ ഓരോ മേഖലകളും ഇങ്ങനെ കണ്ടെത്തി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് തമ്പുരാന്റെ സാന്നിധ്യം കടന്നു വരും. നമുക്ക് നമ്മളെ തന്നെ കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉണ്ടല്ലോ വലിയൊരു സന്തോഷം കടന്നു വരും. നമ്മുടെ മനസ്സിലെ ഭാരവും ദുഃഖവും വേദനയൊക്കെ ഈ സമയത്ത് നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ഈ സമയം അതിനു വേണ്ടിയുള്ളൂ. നമ്മുടെ കർത്താവും നമ്മളും മാത്രം ഇരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ആരും അറിയാത്ത നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു കാര്യമില്ലാതെ ഒരു സഹോദരി പറയാണ്, അവരുടെ ഇടവകയിൽ ഒരാൾ വന്നു. ആ മനുഷ്യനുമായിട്ട് ആ മനുഷ്യന്റെ വൈദികന് ബന്ധപ്പെട്ട ആരോ ആയിരുന്നു. അവരുമായിട്ട് ഇങ്ങനെ കുറച്ച് നല്ല രീതിയിലൊക്കെ സംസാരിച്ചു വന്ന് പിന്നെ അവര് പോയി കഴിഞ്ഞാൽ അയാൾ ഇവരെ വിളിക്കും, ഇവര് സംസാരിക്കും. പിന്നെ അയാളുടെ വിളി കേൾക്കാതെ ഇവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് അത് പിന്നെ പക്ഷെ ഈ സഹോദരി കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു ആത്മീയ ഉണർവുള്ള ആയതുകൊണ്ട് ഇതെവിടെയോ ഒരു പെശക് വരാൻ പോകുന്നെന്ന് തോന്നിയത് കൊണ്ട് അപ്പൊ നമ്മളോട് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഇപ്പൊ തന്നെ നിർത്തിയാൽ അത് നല്ലത്. പിന്നെ അവര് പരിശ്രമിച്ച് നല്ല രീതിയിൽ അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് വേറെ രീതിയിലേക്ക്, ഇതാണ്
നമ്മുടെ സുബോധ മനസ്സ്, ഇന്നലെ വരെ ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ ഏർപ്പെടുന്ന ആ പാപത്തിന്റെ സാന്നിധ്യം, ആ സ്വാധീനം, ഇവയെല്ലാം ഇങ്ങനെ കഴുകി കൊടുക്കുക. ഈശോയോട് പറയണേ, ഈശോ ഇന്നലെ വരെ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്താ പറയണ്ടേ, ഇപ്പൊ നമ്മളൊരാളുടെ കുറ്റം പറഞ്ഞായിരിക്കാം, ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മുടെ ഭർത്താവിന് വേണ്ടത്ര ബഹുമാനം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മാതാക്കന്മാർ വയസ്സായതുകൊണ്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നതായിരിക്കാം. ഇന്നലെ അവർ ചെയ്ത തെറ്റുകളൊക്കെ ഈ സമയം തമ്പുരാന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടും. ഇനി ഒന്നുണ്ട് സൗരങ്ങളെ, കർത്താവിന്റെ പീഡാനുഭവം നമ്മൾ ധ്യാനിക്കണം. പീഡാനുഭവം ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന വില. ഈശോ ഓൾറെഡി വില കൊടുത്താൽ നമ്മൾ വാങ്ങിച്ചെടുത്തിട്ട് അത് നമ്മൾ സമർപ്പിക്കുക. ഇന്ന സമയം ഞാൻ അനുഭവിച്ച പീഡയുടെ യോഗ്യതയാല് എന്നോട് കരുണയായിരിക്കണം, എന്റെ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണം, എന്റെ മാതാപിതാക്കന്മാരോട് കരുണയായിരിക്കണം. ഇനി ഒന്നുണ്ട് സൗരങ്ങളെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചാണ് കഴുകുകയും വിശ്വസിക്കുന്നത്. ഇവിടെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചോദ്യം വരാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാവോ? തീർച്ചയായിട്ടും ഈ സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ, എന്തെല്ലാം സ്വഭാവ വൈകല്യങ്ങളാണ് നമ്മൾ അവരിൽ കാണുന്നത്, അല്ലെ? ഇതൊക്കെ എവിടുന്ന് കിട്ടുകയെന്നറിയാവോ? ഒരു പക്ഷേ നമ്മളിൽ നിന്നും, നമ്മുടെ പൂർവികരിൽ നിന്നും കിട്ടും. അതായത് നമ്മൾ മാത്രമല്ല, ഇതൊക്കെ പൂർവികരിൽ നിന്നുകൂടെ വരും. അതുകൊണ്ടാണ് 1 പത്രോസ് 1 വായിക്കുന്നത്, പൂർവ്വപിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള യേശു ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ടത്രേ. അതാണ് പറയുന്നത്, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി. അപ്പൊ ഓർക്കണം, നമ്മളുടെ അത് തീർച്ചയായിട്ടും ഉണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മുടെ വല്യപ്പന വല്യമ്മയെന്ന് ഉള്ളതുകൂടെ ഇങ്ങോട്ട് കിട്ടും, അതിങ്ങനെ പാരമ്പര്യമായി കടന്നു വരും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ഭർത്താവിനെ സമർപ്പിക്കാം, നമ്മുടെ മരുമക്കളെ സമർപ്പിക്കാം, മക്കളെ ആരെ നമ്മൾ ആ സമയത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന നമ്മളെ തന്നെ അവരെ കൂടെ സമർപ്പിക്കാം. എന്റെ കുഞ്ഞ് തന്നെയുള്ളവരുണ്ട്, ആന്തരിക മുറിവുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാനിപ്പോ മുന്നേ പറഞ്ഞാല് ഈ മക്കളമാരെയൊക്കെ നമ്മളെ സമർപ്പിച്ച് കഴുകണമെന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് ജന്മം നൽകിയപ്പോഴത്തേക്ക് അത്ര പ്രാർത്ഥന രൂപയിലായിരുന്നോ? അല്ല, അവര് നമ്മുടെ ഉദരത്തിലല്ല. അപ്പൊ അവർക്കും കുറെ കുറവുകളും കുറ്റങ്ങളും വേണ്ടാത്തതും ഒക്കെ അവർക്കും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് കർത്താവ് പറയുന്ന പോലെ യെശയ്യാ 1-ാം വിലകെട്ടവ നിന്നിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വിലകെട്ട ലോഹങ്ങളെ ഞാൻ നീക്കിക്കളയും. അപ്പൊ കർത്താവ് തന്നെ വരികയാണ്, നമ്മളെ തന്നെ കഴുകാനായി കർത്താവ് തയ്യാറാണ്. നമ്മൾ ഇരുന്ന് കൊടുക്കണം, നമ്മള് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇപ്പം കുടുംബനാഥനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കറിയാം. ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് ഒത്തിരി മദ്യപാനിയായിരുന്നു. മദ്യപാനിച്ച അവരുടെ പാരമ്പര്യമായിട്ട് അവര് മദ്യപാനം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അപ്പൻ, അവരുടെ വല്യപ്പനൊക്കെ മദ്യപാനികളാണ്. പക്ഷെ ഈ സഹോദരി പറയാണ്, ഒരിക്കലും ഇതിന് മോചനമില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കൊടുത്ത് പ്രാർത്ഥിച്ച് ഇത് കിട്ടിയത് അവരുടെ അപ്പനും വല്യപ്പനൊക്കെ ആണല്ലോ, അങ്ങനെ പറഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് കഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ മാറിപ്പോയി. സൗരങ്ങളെ, നമ്മൾ കുറെ പ്രാവശ്യം പറയുന്നത് കൊണ്ടൊന്നുമല്ല, തമ്പുരാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഇടപെടൽ തന്നെയാണ്. തമ്പുരാൻ തൊട്ടതാണ്. ഇതൊരു നല്ലൊരു പ്രക്രിയയാണ്, നമ്മളിത് ചെയ്യണം. എനിക്കിത് നമ്മള് ഈ എന്താ പറയുന്നത്, കർത്താവിന്റെ പീഡാസഹനം ധ്യാനിക്കുക എന്നുള്ളതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന ഈശോ തന്നെ എനിക്ക് വന്ന് പറഞ്ഞു തന്നൊരു കാര്യം. അതായത് ഞാൻ എൻ്റെ കുഞ്ഞിന്റെ മകന്റെ കല്യാണം നടത്തപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, പല കല്യാണങ്ങൾ വരുന്നു, ഒന്നിൽ അവർക്ക് ഇഷ്ടപ്പെടുത്തൽ, നമുക്ക് ഇഷ്ടപ്പെടുത്തും, ഇങ്ങനെ പോയി ഞാൻ ഈ വ്യക്തിപരമായ പ്രാർത്ഥിയമ്മ ഈശോ ഇന്നും ഞാനതിങ്ങനെ മനസ്സിൽ കാണുകയാണ്. ഈശോ അടുത്ത് വന്നിങ്ങനെ പറയുന്ന മരുമകളെ, എന്റെ പീഡാസഹനവും കുരിശുമരണവും തിരുരക്തം ചിന്തന അത് ഓർക്കുക, ധ്യാനിക്കുക, അത് സമർപ്പിക്കുക. അങ്ങനെ ഞാന് മകളെയും പൂർവികരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, ആ പീഡാസഹനം ധ്യാനിച്ച് കുരിശിന്റെ വഴി ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, വലിയ മാറ്റം. ഒറ്റ മാസമായാലും സൗരങ്ങളെ നല്ല നമുക്ക് പറ്റുന്ന ഒരു കല്യാണം വരെയും കല്യാണം വേഗം നടക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ സൗരങ്ങളെ, ഈ പീഡാസഹനം ധ്യാനിക്കുക, തിരുരക്തം കൊണ്ട് കഴുകുക എന്നുള്ളത് വളരെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ്. പല തടസ്സങ്ങൾ മാറിപ്പോവും. പല നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ, ഏത് മേഖലയിലാണ് തടസ്സങ്ങളുള്ളത്, ആ തടസ്സങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോവും. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിനു വേണ്ടി മുന്നോട്ട് നിൽക്കുക, ആ കുടുംബം മുഴുവൻ പ്രകാശത്തിലായിരിക്കും. ഞാൻ പറയും, എല്ലാവരും ചെയ്യുന്നതല്ല, പക്ഷെ എല്ലാവരും ചെയ്യത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാളെങ്കിലും ഈ ഒരു വിശദീകരണ, ഈ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ മേഖലയല്ലാതെ എത്രയോ മേഖലകൾ ഉണ്ടെന്നറിയാവോ?
നമ്മൾക്ക് കഴിവ് വിശദീകരിക്കും. നമ്മൾ വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, ഇത് ഏറ്റവും വലിയൊരു പാവമാണ്. ഇന്നും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഒരു ഇടവകയിൽ നിന്ന് ഒരു സഹോദരിക്ക് അവിടുത്തെ ഇടവകയിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നു, HM ആയിരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. പക്ഷെ പുതിയൊരു വൈദികൻ വന്നു, അപ്പൊ ആൾക്കാർ കുറച്ച് പേര് വൈദികനുമായിട്ട് കൂടി, അങ്ങനെ അവരുടെ രീതികളെല്ലാം മാറ്റിമറിച്ചപ്പോഴത്തേക്കും ഈ സഹോദരിയൊക്കെ തഴയപ്പെട്ടു. അപ്പൊ അതിലൂടെ ഈ മകളുടെ മനസ്സിലൊക്കെ ഒത്തിരി മുറിവുകളായപ്പോ എന്തായി, കാറ്റഗിസത്തിന് പഠിപ്പിക്കാൻ പോകാണ്ടായി. ജസ്റ്റ് പള്ളിയിൽ പോവുക, വരിക, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കാതെ. നല്ല കഴിവുകളുള്ള സ്ത്രീയാണ്, പക്ഷെ പോത്തില്ല. അപ്പൊ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഇടവക നല്ല രീതിയിലാകാൻ വേണ്ടി. അപ്പൊ അവള് പറഞ്ഞു, നിങ്ങളെ പോലെ വയസ്സായവർ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളൊന്നും പ്രാർത്ഥിക്കത്തില്ല, ഉറപ്പായിട്ട് പ്രാർത്ഥിക്കില്ല പറയുക. ഞാൻ പറഞ്ഞു, കുഞ്ഞ് അങ്ങനെ പറയില്ല, നമ്മുടെ ഇടവകയൊക്കെ ഇങ്ങനെ പോയാൽ മതിയോ, നല്ല രീതി വരണ്ടേന്ന് പറഞ്ഞു. അതാ പറഞ്ഞ, ആന്റി നിങ്ങൾ വയസ്സായ കുറച്ച് പേര് പ്രാർത്ഥിച്ചോ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, ഇങ്ങനെ പറയുന്നത്. അത്രയും വെറുപ്പ്, വൈരാഗ്യം, മനസ്സിലങ്ങോട്ട് വെറുപ്പ് കയറിയിരിക്കുക. എന്നാലും ദിവസം ദീപലിക്ക് പോകുന്നുണ്ട്, വല്ല കാര്യമുണ്ടോ? വെറുപ്പ് വെച്ചോണ്ട് നമ്മൾ ദീപലിലേക്ക് ഒരു കാര്യമില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടില് ഈശോ പിടയുന്ന ആ സമയം, അതായത് കൈകളിലും കാലുകളും ആണിയടിച്ച് ഈശോ കുരിശിൽ കിടന്ന് പിടയുന്ന ആ കുരിശിന്റെ ചുവട്ടിലേക്ക് നമ്മളെ മുറിപ്പെടുത്തിയ ആൾക്കാരെയും നമ്മൾ മുറിപ്പെടുത്തിയവരെയൊക്കെ കൊണ്ടുവരണം. നമ്മൾ പലരെയും മുറിപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ, വാക്കാല് പ്രവൃത്തിയാലൊക്കെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അവരെയൊക്കെ അവിടെ കൊണ്ടുവരണം. അവര് നമ്മൾക്ക് അവരുടെ മനസ്സ് ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളായിട്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സഹോദരി തെറ്റ് ചെയ്തതിന് ആ ഭർത്താവിനെ, അയാൾക്ക് ഭാര്യയുണ്ട്, ആ ഭർത്താവുമായിട്ട് ഇവൾ അവിബന്ധം ചെയ്തിട്ട് ആ ഭാര്യയ്ക്ക് എന്തുമാത്രം മനസ്സിന് മുറിവ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവര് ഡീസന്റ് ലേഡി ആയതുകൊണ്ട് അവരിവളോട് വന്ന് വഴക്കുന്ന വെക്കാനൊന്നും വരുന്നില്ല. പക്ഷെ അവരുടെ മനസ്സിൽ എന്തോരം മുറിവുണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ മുറിവുകളൊക്കെ ഇവര് പാപത്തിൽ നിന്ന് മാറുകയും ചെയ്തു. ഓക്കെ, നല്ല കുട്ടിയായി, നല്ല ധ്യാനമൊക്കെ കൂടി, പ്രാർത്ഥന രൂപിയൊക്കെ ആയി, ശരിയാ. പക്ഷെ ആ സ്ത്രീക്ക് ഏർപ്പെട്ട ആ മുറിവുകൾ ഇവർക്ക് ഏതെങ്കിലും കുടുംബത്തിനോ ഇവക്കോ അതൊരു വിഷമമായി വരത്തില്ലേ? അവിടെ ഒന്നും ഓർക്കണം, നമ്മൾ ചിലപ്പോൾ ഓർക്കും ശാപം, അവര് നമ്മളെ ശപിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നൊക്കെ അവർക്ക് അവരെ ദ്രോഹിച്ചിട്ടുണ്ട്, അവർ നമ്മളെ ശപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുക അല്ലെ. അതിനകത്ത് നമുക്കൊരു വലിയൊരു വചനമുണ്ടല്ലോ, നമ്മുടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം, പൗലോസ് 3:13 നമ്മൾ വായിക്കുന്നില്ല, അവൻ ശപിക്കപ്പെട്ടവനായിട്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇത് പറയുമ്പോൾ ഞാൻ കേട്ടു, അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു, അവൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ശാപത്തിന്റെ നിയമത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. ഇപ്പൊ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും കർത്താവ് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എഴുതിയിരിക്കുന്നത്. അതായത് ശാപം ഒന്നും നമ്മുടെ മേൽ വരത്തില്ല, ശാപം ശിക്ഷ വരത്തില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വരും, എങ്ങനെ വരും? ഇത് ഇങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മൾ അത് ഏറ്റു പറയുമ്പം ഈ വചനം വെച്ച് പറയണം. ഇനിയൊന്നുണ്ട് സഹോദരങ്ങളെ, നമ്മള് വെളിപാട് പുസ്തകം 12:11 അവനാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. അതായത് ആരുടെ മേലാന്നറിയ? പിശാചിന്റെ മേലെ. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടണം. ഈ ശാപം, ശിക്ഷ, ഇതെല്ലാത്തിനും നമ്മൾ വിജയം നേടണം. എവിടെയാണെന്നറിയാവോ? കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം എടുത്തുപയോഗിക്കണം. വചനമാണ് നമ്മളെ കഴുകുന്നത്. തിരുരക്തവും കഴിവും, തിരുവചനവും കഴിവും. ഇങ്ങനത്തെ വചനങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് നമ്മള് സമർപ്പിച്ച് ഈ വചനമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ കഴുകൽ നടക്കും. തിരുരക്തം കൊണ്ടും തിരുവചനം കൊണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കും. യോഹന്നാൻ 15 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം ശുദ്ധിയുള്ളവരായി നമ്മൾ മാറണം. അത് തിരുരക്തം കൊണ്ട് കഴുകി ശുദ്ധിയുള്ളവരായി നമ്മൾ മാറണം. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആ കുരിശിന്റെ ചുവട്ടില് കർത്താവിന്റെ ഭയങ്കര വേദനയാണ്. കൈകളിലും കാലുകളിലും ആണിയടിച്ച് ഈശോ പിടയുന്ന പിടച്ചില്. ആ പിടച്ചിലിന്റെ യോഗ്യതയാൽ കർത്താവെ, ഞാനും എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കുടുംബാംഗങ്ങൾ, പൂർവികരൊക്കെ ചെയ്തു കൂട്ടിയ എല്ലാ പാവത്തിലുള്ള ശാപം, ശിക്ഷാഭാവം മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് വലിയ ശക്തിയാണ് സഹോദരങ്ങളെ, മാറിപ്പോയിക്കോളും. എത്ര നിങ്ങളുടെ പൂർവികരോ എത്ര വലിയ പാപം, ഞാൻ പറയാം, നമ്മൾ എത്ര വലിയ പാപം ആവർത്തിച്ച് ചെയ്തിട്ടുണ്ടായി പോലും ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതങ്ങോട്ട് കൊടുത്തു കഴിയാൻ
കഴിയുമ്പോൾ ഉണ്ടല്ലോ തമ്പുരാന്റെ കാരുണ്യം കടന്നു വരും. പിന്നെ അവിടെ അതിന്റെ പേരിലെ ശിക്ഷ ഉണ്ടാവത്തില്ല, ശാപം ഉണ്ടാവത്തില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ആ കുരിശിന് ചവിട്ടില് ആരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തണം. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ആരെയൊക്കെ അവർ നമ്മളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. നമ്മുടെ മുറിവുകൾ കർത്താവിന് കൊടുക്കണം. കർത്താവെ, ഞാൻ ചെയ്യാത്ത തെറ്റുകൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവർ ഞങ്ങളെ ചതിച്ചിട്ടുണ്ട്, ബിസിനസ്സിൽ അല്ലെങ്കിൽ അതിർത്തി തർക്കം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഈ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയൊക്കെ ഇപ്പൊ നമ്മൾ എത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും ചിലരുണ്ടല്ലോ അവർക്ക് ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ വൈരാഗ്യം, വെറുപ്പ്, ഏതെങ്കിലും തരത്തിലൊക്കെ വൈരാഗ്യം, വെറുപ്പ്, ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വെറുപ്പാണ്, വൈരാഗ്യം വെച്ചുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ അങ്ങോട്ട് ഈ നമ്മുടെ ആ കുരിശിന്റെ ചുവട്ടില് നമ്മുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും ആരൊക്കെ അവർക്ക് നമ്മളോട് വൈരാഗ്യം, നമുക്ക് അവരോട് വൈരാഗ്യം, ഇങ്ങനെയുള്ളവരെയൊക്കെ ആ കുരിശിന് ചുവട്ടിൽ കൊണ്ടുവരണം. ദിവസവും ഓർത്തോണം, അവിടെയൊക്കെ വലിയ അനുഭവം ഉണ്ടാവും. അവര് ഈ തിരുരക്തം കൈകളിലും കാലിലും മുഴുവൻ തിരുരക്തം കൊണ്ട് കർത്താവെ കഴുകണമേ. നീ ഇപ്പോൾ പിടച്ചിലിന്റെ യോഗ്യതയെ തമ്പുരാനെ ചെയ്തു പോയ വലിയ പാപത്തിലെ ശാപങ്ങൾ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇവിടെയാണ് അതിനുശേഷമാണ് ഈശോയുടെ മരണം. നമ്മൾ അവിടെ പറയുന്നുണ്ട്, പിതാവായ ദൈവം കർത്താവിനെ മരിച്ചു നിർപ്പിച്ച് തന്റെ വലത്തെ ഭാഗത്ത് ഉപേക്ഷനാക്കി. അവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവിടുന്ന് വീണ്ടും വരും നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട്. കർത്താവേ, അപ്പോൾ നീ വരുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്ത് നമ്മളെല്ലാവരും സമർപ്പിക്കണം, അവരെല്ലാവരും നിർത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിതാവായ ദൈവം അവിടുത്തെ അത്യുന്നതം ഉയർത്തി നാമത്തേക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല ജനപദങ്ങളും അവിടുത്തെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മാത്രത്തിന് വേണ്ടി ഏറ്റു പറയുന്നതിന് വേണ്ടി അത്രയും എഫേസ്യസിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇവിടം കൊണ്ട് ഈശോയുടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ശക്തീകരണം. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ മൂന്നാം ആള്. ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവ് നന്നായിട്ട് സ്തുതിക്കുക, സ്തുതി ആരാധന കൊടുക്കുക. പരിശുദ്ധാത്മാവിന് ഇതുപോലെ തന്നെ പ്രപഞ്ചത്തോട് ചേർന്ന് വിശുദ്ധരോടും മാലാഹമാരോടും ചേർന്ന് സ്തുതി ആരാധന ചെയ്യുമ്പോൾ ഇതേ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും നമ്മൾ ഏതെല്ലാം രീതിയിൽ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും ആ നിമിഷം വരെ നടത്തിക്കൊണ്ട് പോകുന്ന വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കണം പരിശുദ്ധാത്മ നന്നായിട്ട്. അപ്പോൾ അതിനുശേഷം വചനം വെച്ച് സ്തുതിക്കണം. അതുപോലെ ആദിമ ക്രൈസ്തവ സഭപിതാവിൻ്റെ അടുത്ത് ഇറങ്ങുന്ന പരിശുദ്ധാത്മാവേ, ആ ആദിമ ക്രൈസ്തവ അംഗങ്ങളോട് അപ്പസ്തോല ഗണത്തോടും ഞാൻ സ്തുതിക്കുന്നു, പിതാവിന്റെ രൂപത്തിൽ എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഉദരത്തിൽ വചനം മാംസം ധരിപ്പിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയോടും ഗബ്രിയേൽ ദൂതനോടും എലിസബത്ത് അമ്മയോടും ഞാൻ സ്തുതിക്കുന്നു, അത്യുന്നതന്റെ ശക്തിയായി നിന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം, സ്തുതിക്കണം. അപ്പൊ നമ്മൾക്ക് നമ്മൾ മൂന്നും പിതാവായ ദൈവത്തെ, പുത്രനായ ഈശോയെയും പരിശുദ്ധാത്മ ദൈവത്തെ നമ്മൾ ആരെല്ലാം നമ്മുടെ ഉള്ളിലായി പിതാവും ഉണ്ട് പുത്രനും ഉണ്ട് നമ്മൾ കാണണം. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് ഉൾക്കാഴ്ച കിട്ടും സഹോദരങ്ങളെ, വലിയ ഉൾക്കാഴ്ച കിട്ടും, കൃപാവരങ്ങൾ കിട്ടുന്ന സമയമാണ് ഇതല്ലേ. ഇത് നമ്മൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആത്മാവിനും നല്ല ഒരു ഉന്മേഷം കിട്ടും, ശക്തി കിട്ടും. എല്ലാ രോഗാണുക്കളും നിർവീര്യമായി പോകും. കാരണം തിരുരക്തമാണ് ഒഴുകിയ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ, രക്തം, രക്തധമനികൾ, മാംസപേശികളിലൂടെ എല്ലാം തിരുരക്തം ഒഴുകിയിറങ്ങിയാണ്. അപ്പം പാപത്തിന്റെ ഇത് പോകുന്നുള്ളപ്പോൾ രോഗാണുകൾ നിർവീര്യമായി പോകും. ഇവിടെയാണ് നമ്മൾ ഇനി ത്രിത്വക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. ഈ സത്യം നമ്മൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അതിനുശേഷം ഈ ത്രിത്വക ദൈവത്തിന് തന്നെ നമ്മളെ തന്നെ പൂർണ്ണമായി അന്നത്തെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഉദ്യമങ്ങളും നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് ഇന്ന്, പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും നമുക്ക് ഇന്റർവ്യൂയോ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളിലുള്ള എന്തെങ്കിലും, ഏത് കോഴ്സിന് വിടണം, എന്ത് ചെയ്യണം, ഏത് കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ അതെല്ലാം ത്രിത്വക ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. ഇനി ലാസ്റ്റ് ഘട്ടമാണ് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് ആരാധിച്ച് ആത്മാവിനെ നിറയാൻ വേണ്ടിയുള്ള സ്തുതിപ്പാണ്. ഇനി പരിശുദ്ധാത്മാവിനെ നിറയണം. മുമ്പേ നമ്മൾ സ്തുതിച്ചത് പരിശുദ്ധാത്മാവിന്റെ കിട്ടിയ നന്മകളെയൊക്കെ നന്ദി. ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ലാസ്റ്റിലാണെങ്കിലും നമ്മൾ ഈ സ്തുതിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കും. ലാസ്റ്റിൽ നിങ്ങൾ നന്ദി പറയാൻ മറക്കരുത്, നമ്മൾ നന്ദി പറയണം. പിന്നെ അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ ആത്മാവ് നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, പാട്ടുപാടി സ്തുതിക്കേണ്ടവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ അഭിഷേകമായി കടന്നു വരുന്ന നോക്കുന്ന അതനുസരിച്ച് നല്ലോണം അങ്ങ് സ്തുതിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, കം പരിശുദ്ധാത്മാവേ, കം വിത്ത് യുവർ പവർ, ഫിൽ മീ വിത്ത് യുവർ പവർ, അങ്ങനെ പറഞ്ഞ് നന്നായിട്ട് അവിടുത്തെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹാഗ്നി ജ്വാലയെ എനിക്ക് കത്തിപ്പടരണമേ.
അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് സ്തുതിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്, എന്നിൽ വന്ന് നിറയണം. ഇനി പൂർണ്ണമായി ഇനി പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതായത് നമ്മള് ശക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളിലേക്ക് ഇനി ആത്മാവാണ് നയിക്കുന്നത്. അതിരാവിലെ തന്നെ ഈ ഒരു ശക്തിയെ നമ്മൾ ആവശ്യിച്ചു നമ്മളിലേക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന മാതിരി പിന്നെ അങ്ങനെ നമ്മൾ പൊയ്ക്കോളും. ആത്മാവിനാ നയിക്കപ്പെടുന്നവരെല്ലാം, ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പം ജഡീയ താല്പര്യങ്ങളെ ആത്മാവ് നിഗണിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പം പിന്നീട് അങ്ങോട്ട് വരും ജഡീയ താല്പര്യങ്ങൾ, ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും, അതെല്ലാം പക്ഷെ ആത്മാവ് പിന്നെ അവിടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തുകൊള്ളും. ഇതാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നല്ലോണം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ വലിയ അഭിഷേകം, വലിയൊരു നിറവ് നമ്മളിലേക്ക് വന്നിറങ്ങുന്ന അനുഭവം നമുക്കുണ്ടാകും. ആ ഫലങ്ങൾ ഏറ്റുപറയുക. അതുപോലെ തന്നെ ദാനങ്ങളെ പറ്റിയേ ഓർക്കുക. ജ്ഞാനത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ജ്ഞാനമില്ലെങ്കിൽ ഒന്നുമില്ല സഹോദരങ്ങളെ. അതായത് ഒരു വചനം ജ്ഞാനം പുസ്തകത്തിൽ നമ്മൾ 1:4 തോന്നുന്നു. അതായത് ജ്ഞാനം കപട ഹൃദയത്തില് പ്രവേശിക്കത്തില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ അത് വസിക്കത്തുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ കഴുകി വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോ ഈ ആത്മാവ് നമ്മളെ വന്ന് നിറയും. നമ്മുടെ വിശുദ്ധീകരണം കഴിഞ്ഞില്ലേ, അപ്പൊ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നല്ല നിറവിലായിരിക്കും. ആത്മാവ് പിന്നീട് അങ്ങോട്ട് നമ്മളെ നയിക്കും. ഇവിടെയാണ് സഹോദരങ്ങളെ ഇപ്പൊ നമ്മൾ നല്ല സ്തുതിച്ചു, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് വരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. വരങ്ങളൊക്കെ നമ്മൾ ചൊലിക്കാൻ തുടങ്ങും. ഈ വരങ്ങളൊക്കെ നമുക്ക് നമ്മൾ അറിയത്തില്ല ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, പക്ഷെ ഇതെല്ലാം നമുക്ക് ഉണ്ടായിരുന്നൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കൊണ്ടായിരുന്നൊക്കെ അങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളെ എടുത്തുപയോഗിക്കാൻ നമ്മൾ വിശിഷ്ട പാത്രങ്ങളായി മാറിക്കഴിഞ്ഞു. ജീവിതത്തിൽ എന്തെല്ലാം ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ എത്ര പ്രതിസന്ധികളാ, എങ്ങനെയെല്ലാം ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ വായിന്ന് 2 വാക്ക് അങ്ങോട്ട് പറയേണ്ടി വരും, പക്ഷെ പറയത്തില്ല. പരിശുദ്ധാത്മാവ് പറയും വേണ്ട, പറയണ്ട, ചോദിക്കണ്ട, മിണ്ടണ്ട, കീപ് ക്വയറ്റ്. നമ്മൾ അതായത് അമ്മയെ പോലെ മൗനം പാലിക്കാനൊക്കെയുള്ള, എവിടെ മൗനം പാലിക്കണോ അവിടെയൊക്കെ മൗനം പാലിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ആത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ടല്ലോ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഇനി ഒന്നുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, പരിശുദ്ധാത്മാവ് എൻ്റെ മക്കളെ നിറയണം. ഓരോ കുഞ്ഞുങ്ങളെയും, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബാംഗങ്ങൾ ആരൊക്കെ ഉണ്ട് അവരെ, പിന്നെ നമുക്ക് അറിയാവുന്നവരെ, നമ്മുടെ ജോലി മേഖലകള്, അങ്ങനെ നമ്മളിപ്പം ജോലിക്ക് പോകുന്ന സമൂഹത്തിൽ അവരിലൊക്കെ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈയിടെയും കേട്ടു ഒരു പിന്നെ അച്ഛന്റെ പുസ്തകത്തിൽ വായിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരനെ ധ്യാനത്തിൽ പറഞ്ഞാണ്, അച്ഛാ പോത്തിനെ കാണാൻ, ഞങ്ങളുടെ വീട്ടിലെ പോത്തിനെ കാണാതെ പോയെന്ന് ഒരാൾ പറയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ പോത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ അച്ഛൻ എന്താ അച്ഛാ പോത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാനോ? അപ്പൊ ആ സഹോദരൻ ശരി അച്ഛൻ പറഞ്ഞല്ലേ, എന്താ ആ പോത്ത് അങ്ങനെ തന്നെ തിരിച്ചു വന്നത്. അപ്പൊ സഹോദരങ്ങളെ ഇതുപോലെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ തന്നെ ഒരു സാബിയ ബ്രദർ പറഞ്ഞല്ലേ, അവരുടെ പിന്നെ എന്താ പറയേണ്ടത്, പറമ്പിലെ ഈ ഒരു മാവ് 15 വർഷമായിട്ട് മാവ് പൂത്തിട്ടില്ലാന്ന്. അപ്പൊ ഈ സഹോദരൻ അവിടെ നിന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റിട്ട് വചനം പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും. അങ്ങനെ പറഞ്ഞ് ആ മാവ് അങ്ങോട്ട് പൂക്കാൻ 15 വർഷം കഴിഞ്ഞിട്ട് ഈ വചനം പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പൂത്തെന്ന് പറഞ്ഞാൽ മാങ്ങ കൊണ്ട് കമ്പ് വരെ ശകലം വരെ ഒടിഞ്ഞു പോകും, അത്രയും മാങ്ങ അങ്ങ് പിടിച്ചെന്ന് പറയും. ഇതാണ് വചനത്തിന്റെ ശക്തി സഹോദരങ്ങളെ, ആത്മാവിന്റെ ശക്തി. വചനമുള്ളിടത്ത് ആത്മാവുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ യാചിച്ചു പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളിൽ നിറയണം. അതുപോലെ നമ്മൾ ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് സമയമുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥിക്കണം. അതായത് പരിശുദ്ധാത്മാവെ എല്ലാ വചന പ്രഘോഷകരിലും നിറയണമെന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഇന്ന വ്യക്തികൾ അയലോകത്തുണ്ട്, അവിടെയുണ്ട്, ഇവിടെ അവരിലൊക്കെ പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പൊ ആത്മാവ് കുഞ്ഞുങ്ങളൊക്കെ പഠന മേഖലൊക്കെ അവരുടെ ടീച്ചേഴ്സിൽ, അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളില്, അവരുടെ വാൻ ഡ്രൈവേഴ്സിൽ, ഇവരിലൊക്കെ പരിശുദ്ധാത്മ നിറയണേ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അപ്പൊ എല്ലായിടത്തും കർത്താവ് എത്തിക്കാൻ പാടുപെടുന്ന എല്ലാ വചന പ്രഘോഷകരിലും ആത്മാവെ നിറയണമേ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് എല്ലാ മക്കളും നിറയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വരങ്ങൾ ഇനിയാണ് നമുക്ക് ഇന്നൊരു സമയമാണ് നമ്മൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കാൻ ഒരു സമയം ഇരുന്ന് കൊടുക്കണം. ഇവിടെ ഇനിയിപ്പോ നമ്മൾ കംപ്ലീറ്റ് തമ്പുരാന്റെ നമ്മുടെ കൂടെയായി, ഇനി തമ്പുരാൻ നമ്മളോട് സംസാരിക്കും, ഉറപ്പായിട്ട് സംസാരിക്കും. ഈശോയുടെ സ്വരം കേൾക്കാതെ എഴുന്നേറ്റ് പോകരുത്. തമ്പുരാൻ ചിലപ്പോൾ നമ്മൾ നേരിട്ടായിരിക്കും, അല്ലെങ്കിൽ വചനത്തിലൂടെ ആയിരിക്കും. ഓപ്പൺ ദ ബൈബിൾ, കർത്താവ് പറയും ബൈബിൾ തുറക്കാൻ പറയും. അപ്പൊ നമ്മൾ ബൈബിൾ തുറക്കാൻ
കറക്റ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ എന്തിനെ പറ്റിയാണോ ഭാരപ്പെടുന്നത്, അല്ലെ എന്ത് കാര്യമാണ് ആ കുടുംബത്തിൽ, അല്ലെ എന്ത് കാര്യം നമ്മൾ ചെയ്യണം, ഇനി അങ്ങോട്ട് എന്താണ്, ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ ഉരുവിടേണ്ട വചനം, ഇതായിരിക്കും നമ്മുടെ ചിന്തയിലും ഭാവനയിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ആ വചനം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇല്ലെ കർത്താവ് തന്നെ നേരിട്ട് നമ്മളോട് സംസാരിക്കും, ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്ന കാര്യം ഇന്ന രീതിയിൽ പോകും, അങ്ങനെ പറഞ്ഞു തരും നമ്മളോട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്വരം കേൾക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു. അതായത് യെശയ്യാ 50:4 നമ്മൾ വായിക്കുന്നുണ്ട്, പ്രഭാതം തോറും ശിഷ്യനെ എന്ന പോലെ അവൻ എൻ്റെ കാതുകളെ തുറന്നു. പ്രഭാതം തോറും, അതോർത്തോണം, ശിഷ്യനെ എന്ന പോലെ എൻ്റെ കാതുകളെ തുറന്നു. അപ്പൊ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടി ദൈവസ്വരം ശ്രമിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഇനി ഒന്നുണ്ട് സൗരങ്ങളെ, ഈ നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കർത്താവിന്റെ പ്രീതിക്ക് നമ്മൾ പാത്രമാണ്. നമ്മൾ ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് നമുക്ക് വ്യക്തമായി കിട്ടും. അത് പുറപ്പാടിന്റെ പുസ്തകം 33:17 ഒന്ന് പറയുന്നുണ്ട്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. കണ്ടോ, ഈശോ മോശയോട് പറഞ്ഞ ഇതുപോലായിരിക്കണം നമ്മൾ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, 33:17 നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. അപ്പൊ അതുകൊണ്ട് നന്ദി പറയണം. പിന്നെ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറയാൻ മടിക്കരുത്. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് തരുന്നുണ്ട്, ഇഷ്ടം പോലെ ഓരോ ദിവസവും തരുന്നുണ്ട്. അതൊക്കെ ഓർത്തോർത്ത് നന്ദി പറയാനും ഒക്കെ ഈ സമയം നമുക്ക് സമയമായി. തമ്പുരാൻ ഒരു കാര്യങ്ങളെ ചേച്ചിക്ക് വേണം രാവിലെ തന്നെ. ഞാൻ എൻ്റെ ഒരു ഷെഡ്യൂൾ പറഞ്ഞാല് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നെങ്കിൽ വെച്ചാൽ പലർക്കും അത് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറയുകയാണ്. ഞാൻ കറക്റ്റ് 3 മണിക്ക് തുടങ്ങും എൻ്റെ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന. സ്റ്റാർട്ടിങ് 3 മണിക്ക്. അപ്പൊ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്പം നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ കൊണ്ട് അല്പം കൂടെ മുന്നേ കഴിഞ്ഞ് കറക്റ്റ് 3 മണിക്ക് 3 to 4 4 മണി വരയ്ക്ക് 4:05 അങ്ങനെ ആ സമയം കണ്ട് നിർത്തിയിട്ട് വേഗം എനിക്ക് അടുക്കളയിൽ പോകേണ്ട കാര്യമുണ്ട്. കാരണം കിച്ചൺ വർക്ക് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ 6 മണിക്ക് ദീപലിക്ക് പോകണം. 6 മണിക്ക് ദീപലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, മരുമകൾക്ക് പോകണം, മകന് പോകണം, ടിഫിനും ചോറും കറികളൊക്കെ റെഡി ആവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അടുക്കളയിൽ കയറി 4 to 5:45 വരയ്ക്കും. അങ്ങനെ തലേദിവസം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നതുകൊണ്ട് ആ സമയം വരയ്ക്കും നമ്മൾ ജോലി ചെയ്തിട്ട് വേഗം പോകും. അപ്പൊ മരുമകളും വരും, ഞങ്ങൾ ഒന്നിച്ച് പോകും. അപ്പൊ നിങ്ങൾ ഓർക്കും എന്റെ മരുമകളൊരു ഭയങ്കര ക്രൂരിയാണ്, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഈ വയസ്സ് അമ്മ ഒരിക്കലും അല്ല. അവള് ഞാൻ അനുവദിച്ചിട്ടാണ്. അതായത് ഞാൻ വീട്ടിലിരിക്കുമല്ലേ, അവർക്കൊക്കെ തിരക്കിട്ട ജീവിതമല്ലേ അവരുടെയൊക്കെ, നമുക്കൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്കല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ തമ്പുരാന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകും. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിഷമമില്ല. അതായത് എനിക്കത് അത് പ്രാക്ടീസ് തന്നെ വീട്ടിൽ നമുക്ക് അങ്ങനെ റെസ്റ്റ് ഒക്കെ ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അതാണ് എൻ്റെ ഷെഡ്യൂൾ. അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ സമയം വരുന്നത് കൊണ്ട് നമ്മൾ അതെല്ലാം റെഡിയാക്കി വെച്ചാണ് പോകുന്നത്. പാക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ ലഞ്ച് ബോക്സിൽ എടുത്ത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ സമയം നമ്മൾ ദീപലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെങ്കിലും 6:50 ഞങ്ങളുടെ അച്ഛനൊക്കെ അറിയാവുന്നതുകൊണ്ട് സൂറ മലബാർ കുർബാനയാണെങ്കിലും വേഗം തന്നെ അച്ഛൻ അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. അതേസമയം ജോലിക്ക് പോകേണ്ടവർക്ക് സ്കൂളിൽ പോകേണ്ടവർക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് വന്നാലാണ് പിന്നെ ഇപ്പം മരുമകൾക്ക് 7:45 പോകണം, മകൻ പിന്നെ കൊച്ചു കഴിഞ്ഞാൽ പോകണം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഷെഡ്യൂൾ പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം കർത്താവിന്റെ സകലം ആ 3 മണിയെ കുറിച്ച് മരണം അങ്ങനെ ഓർത്തല്ല. എനിക്ക് ആ സമയം എഴുന്നേറ്റെങ്കിൽ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന തീർക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ സമയമാണ് നല്ല ഒരു ഈശോയുടെ സ്നേഹം ഒത്തിരി അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് ചിലപ്പോൾ ഈശോ ഇങ്ങനെ അടുത്ത് വരുന്നതും ഈശോ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു തരുന്നതും പഠിപ്പിക്കും. അല്ല, അതിനൊരു കാര്യമുണ്ട് കേട്ടോ. ജെറമ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട് 30:2 പറയുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞവയെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾ പേഴ്സണൽ പ്രേയർ ഇരിക്കുമ്പോൾ ഒരു ബുക്കും പേനയും നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് സഹോദരങ്ങളെ പല കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ എഴുതി വെക്കണം, മനസ്സിലായത്? നമ്മുടെ സ്വന്തമാണ് ആ ഡയറി. അത് നമ്മൾ അത് എഴുതി വെച്ച് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ വെളുപ്പാങ്കാലത്ത് ആ ശാന്തമായ അന്തരീക്ഷ കർത്താവ് പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഒത്തിരി നല്ലതാണ് അത് എഴുതി വെക്കണം. അത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. നമുക്ക് ഞാൻ കുറഞ്ഞ രീതിയിലാണ് പോയത്. എനിക്ക് ജിൻസി പ്രത്യേകം പറഞ്ഞ് സമയം കൂടുതലാകും കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സമയം കൂടുതലെടുത്ത് നിങ്ങൾക്ക് മുഷിപ്പ് തോന്നുന്നെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് ഈ വ്യക്തിപരമായ പ്രാർത്ഥന സഹോദരങ്ങളെ ആദ്യം നിങ്ങൾ തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പക്ഷെ ശ്രമിച്ച്
ഇതിനെ കൊണ്ടുവരണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു സ്വർഗ തുല്യമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും. ഈ ഭൂമിയിലായിരുന്നാലും നമ്മുടെ സ്വർഗത്തിന്റെ അവകാശികളായി സ്വർഗരാജ്യത്തിലായിരിക്കുന്ന പോലെ അനുഭവത്തിൽ തന്നെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും. പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അനേകം ഭാരങ്ങളുള്ള ജീവിതം നമ്മുടെയൊക്കെ ആണെങ്കിലും അവിടെ എല്ലാം കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. ആ കൃപ ഒഴുകി വരുമ്പോണ്ട് ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് എത്രയോ മക്കളുമാരും അതുപോലെ പറഞ്ഞു. ചേച്ചി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ വ്യക്തിപരമായ തുടങ്ങിയതിനു ശേഷം നല്ല ഒരു ശാന്തത കിട്ടി, സമാധാനം കിട്ടി, നല്ല ഒരു ഈശോയും ഒത്തുള്ള ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ ബലം സദാ കർത്താവിലായിരിക്കട്ടെ. അവിടുന്ന് നിന്നെ ശക്തനാക്കേണ്ടതിന് അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ. സങ്കീർത്തനം 105:4. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോനാഥ, ഇന്നത്തെ ദിവസത്തെയോ നന്ദി പറയും, സമയത്തെയോ നന്ദി പറയും, തിരുവചനം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ നന്ദി പറയും. സ്വയം കേട്ട് നീ ഇവിടെ കൂടി ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ മക്കളുടെ കുടുംബത്തിലേക്ക്, അവിടെ പ്രത്യേക നിയോഗങ്ങളിലേക്ക്, അവിടെ ആവശ്യങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് എല്ലാം ഒന്ന് കടന്നു വരണമേ. കർത്താവെ, വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു കൃപ എല്ലാ മക്കൾക്കും കൊടുക്കണമേ. ഇത് അവിടുത്തെ സന്നിധാനത്തിൽ അവിടുത്തെ സന്നിധിയിൽ നിന്ന് കിട്ടണം, എങ്കിലും ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിവുള്ള കർത്താവെ. ഞങ്ങൾ നിസ്സഹായരാണ് ഈശോയെ. ഈശോ, ഞങ്ങളൊരു സമയം അതിനുള്ള ശാന്തമായ സമയം കണ്ടെത്തി ആ സമയത്ത് എല്ലാ ദിവസവും തുടർച്ചയായി അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വർഷിക്കണം. ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം എടുത്ത് മാറ്റണം. ഞങ്ങളുടെ ഉറക്കം എന്ന ആ ബലഹീനത മാറ്റി ശക്തി കിട്ടി ആ സമയം ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കർത്താവെ എഴുന്നേറ്റ് അങ്ങയോട് ആയിരിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ദിവസം ശ്രമിക്കുവാനും ഒക്കെ ആയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.